ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇന്നത്തെ പോഡ്കാസ്റ്റ് എപ്പിസോഡിന്റെ വിഷയമാണ് ട്രാഫിക്. നമ്മൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ട്രാഫിക് ഇല്ലാത്ത കുറച്ച് ആർട്ടിസ്റ്റുകളാണ് നമ്മൾ. എൻ്റെ പേര് ദീപക്. എൻ്റെ പേര് മഹാദേവനയാർ. എൻ്റെ പേര് ജോൺ. എൻ്റെ പേര് അനീസ്. നമ്മളെല്ലാവരും സ്റ്റാൻഡപ്പ് കോമിക്സ്. നമ്മളെല്ലാവരും സ്റ്റാൻഡപ്പ് കോമിക്സ് ആണ്. ഇത് നമ്മുടെ പോഡ്കാസ്റ്റാണ്. നമുക്ക് ആദ്യം എന്തെങ്കിലും ട്രാഫിക്കിനെ പറ്റിയുള്ള പേഴ്സണൽ അനുഭവങ്ങൾ പറയാം, പ്രാക്ടിക്കൽ സംഭവങ്ങൾ പറയാം. ഇപ്പം മഹാദേവനാണല്ലോ ട്രാഫിക് ഏറ്റവും നല്ല ദുരനുഭവങ്ങളുള്ളത്. മഹാദേവൻ എനിക്ക് ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 4 തവണ വീണെന്ന് തോന്നല്ലേ? മഹാദേവൻ ട്രാഫിക് 4 തവണ ഒരാൾ വീഴുമ്പോൾ അതിനെന്ത് പ്രശ്നം അവനില്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. 4 തവണ 2 തവണ 2 തവണ വീണല്ലേ അടുപ്പിച്ച്? എങ്ങനെയാണ് വീണ? ട്രാഫിക്കിന് കുഴപ്പം 10 ഇല്ല, 2 തവണ എൻ്റെ പ്രശ്നം കൊണ്ടല്ല വീണ്. നമ്മൾ വീണിട്ട് മറ്റേ ഡിപ്രസ്ഡ് ആയിപ്പോവും. എന്നുവെച്ചാൽ നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ പ്രശ്നം കൊണ്ടല്ല മറ്റേ വീഴുന്നത്. ആദ്യം വീണത് എവിടാ? ആദ്യം വീണ് ഇവിടെ എരമല്ലൂര്. അത് മറ്റേ ഹൈവേ എക്സ്റ്റൻഷൻ്റെ എരമല്ലൂർ, മറ്റേ അരൂര് എരമല്ലൂര് അവിടെ. അത് ഹൈവേ എക്സ്റ്റൻഷന് മറ്റേ നടുക്ക് ശരിക്കുള്ള ഹൈവേയുടെ വീതിക്ക് ഇപ്പോൾ പണി നടക്കുക. ഒരു സർവീസ് റോഡിൻ്റെ വീതിക്ക് മാത്രമേ റോഡുള്ളൂ. അവിടെ കൂടെയാണ് ഇത്രയും വണ്ടി പോകണം, അപ്പുറം ഇപ്പുറം. പത്രത്തിലൊക്കെ ഡെയിലി എന്ന് വെച്ചാൽ ഒരാഴ്ച ഒരു 10-15 വണ്ടി വെച്ച് മറിയുന്നുണ്ട്. അതിനകത്ത് നമ്മളും മറ്റേ നറുക്കിട്ട പോലെ കിട്ടി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ എങ്ങനെ മറിഞ്ഞ നീ? ഹൈവേ എക്സ്റ്റൻഷൻ അവിടെ പരിപാടി നടക്കുന്നതിൻ്റെ വേസ്റ്റ്, മണ്ണ്, പൊടി എല്ലാം കൂടെ തെറിച്ച് ഈ പറഞ്ഞ സർവീസ് റോഡ് പോലുള്ള ഇവിടെ കിടക്കുക. അപ്പോൾ 2 വീലർ പെട്ടെന്ന് സ്കിഡാവുമല്ലോ. അതിന് പറ്റിയ സർഫസാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ദൈവമാര് വെള്ളം അടിച്ച് കളയോ ക്ലീൻ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ പഴയ തിരക്ക് തന്നെ ആ റോഡിലും ഉണ്ട്. ആ ഒരു കൊച്ചിയിൽ ഈ ഓഫീസ് ടൈം കഴിഞ്ഞ് പോണ ആ ഒരു സമയം തൊട്ടൊരു 7 മണി വരെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഒരു വിധത്തിലാണ് എല്ലാവരും പോകുന്നത്. അതിനിടയ്ക്ക് റോഡ് ഇത്ര മോശം. അപ്പോൾ എല്ലാവരും ഒരു തരത്തിൽ റാഷ് ഡ്രൈവിങ് ആയിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഇത് കാണിക്കും. എൻ്റെ ഫ്രണ്ടിലുള്ള വണ്ടി പെട്ടെന്ന് ലെഫ്റ്റ് ഓവർടേക്ക് ചെയ്തപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ സ്കിഡായിട്ടാണ് വീഴുന്നത്. ഞാൻ മറ്റേ വണ്ടി വീണ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്ന മറ്റേ അഭിമാന പ്രശ്നമാണുള്ളത്. വീണ് കഴിഞ്ഞത് കുറേ പേര് ബാക്കിൽ ഇത്രയും തിരക്കുണ്ട്, എല്ലാവരും നോക്കുക ആരാ വീണെന്നുള്ള സാധനം. ഞാൻ പെട്ടെന്ന് ഒന്നുമില്ല, പിന്നെ ഈ പറഞ്ഞാൽ എല്ലാവരും ഭ്രാന്ത് പിടിച്ചു പോവാ. വീണെടുത്ത് പറ്റിയ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് എഴുന്നേക്കാന്ന് വീട് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ റെസ്പോൺസർ ചാടി എഴുന്നേക്കാന്നുള്ളതാ. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ട് എഴുന്നേക്കുന്നൊന്നും മനുഷ്യൻ ഇല്ലെങ്കിൽ പുറകെ വരുന്ന വണ്ടി കയറും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പം പറ്റിയേക്കുന്ന പെരുക്കൊന്നും അറിയത്തില്ല. മറ്റേ നമ്മൾ കുറച്ചേരം കിടക്കാരിലും വന്ന് എടുക്കും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ച് ആലപ്പുഴയൊക്കെ കൊണ്ടിട്ടായിരിക്കും നമ്മൾ അറിയുന്നത്. അല്ല, ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് വണ്ടി എടുത്ത് സൈഡിലോട്ട് വെച്ച്. അതുപോലെ അപ്പോൾ കുറച്ച് പേരൊക്കെ കൂടി. അപ്പോൾ ഇതുപോലെ മറ്റേ കുറച്ച് പേര് ഇവിടെ മറ്റേ ഡിബേറ്റ് പോലെ പകുതി പേര് നമ്മൾ പോട്ടെ എന്നുള്ള സാധനം, പകുതി പേര് നമ്മൾ എന്തെങ്കിലും തെറ്റുകൊണ്ടായിരിക്കും വീണെന്നുള്ള രീതിയിൽ പറ്റുവാണെങ്കിൽ നമ്മളെ ഒന്ന് ഉപദേശിച്ചിട്ട് വിടാമെന്നുള്ള സ്കീമിൽ നിൽക്കുന്നുണ്ട്. നമ്മളിവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള പരിപാടിയിൽ നിൽക്കുക. ഇല്ല, ഇന്ത്യയിൽ എത്ര ആൾക്കാർ പണിയില്ലാത്തവരുണ്ടെന്ന് അറിയുന്ന അപ്പോഴാണ്. ഇല്ല, പക്ഷെ എനിക്ക് ഏറ്റവും അല്ല സത്യം പറഞ്ഞാൽ അല്ല എനിക്ക് ഒരു കാര്യത്തെ റെസ്പെക്ട് തോന്നിയ, ഞാൻ ഇത്രയും നല്ല മനുഷ്യരൊക്കെ ഇങ്ങനെ ഒരിടത്ത് റോഡിൽ കാണുന്നുള്ളൂ. ഇപ്പം എൻ്റെ ഒരു കസിൻ ഈയുടെ മറ്റേ വണ്ടിയിൽ നിന്ന് ആക്സിഡൻ്റായി വീണ സെക്കൻഡിൽ ഓടിക്കൂടി 3 പേര് മറ്റേ പേഴ്സിൽ നിന്ന് ഒരു 500-ൻ്റെ 3 നോട്ട് സൈഡിലോട്ട് ചെതറി വീണു. ഒരുത്തിനകത്ത് എടുത്തുകൊണ്ട് ഓടി, മറ്റവൻ ബാക്കി കിട്ടിയ പേഴ്സും കൊണ്ടുപോയി. 3ാമത്തെ വന്ന് ഫോൺ എടുക്കുമ്പോൾ ഒരു ഓട്ടക്കാരൻ വന്ന് അതെങ്കിലും കൊടുത്തിട്ട് പോകാൻ. അപ്പോൾ ഇയാളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളിയുടെ വണ്ടി കണ്ടെത്തി കിടക്കുക, സൈഡിൽ പുള്ളി റോഡിലും കിടക്കുക. അപ്പോൾ നമ്മൾ ഇത് അങ്ങനെ അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടില്ലേ വന്ന? അല്ല, അത്രയും മറ്റേ മോശം ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഞാനതല്ല ആലോചിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ അച്ഛൻ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്തോ ചെയ്തേ. വീണ് ഞാനെന്നും നിർത്തി അടിക്കും. നമ്മുടെ അച്ഛൻ റിലേറ്റഡ് ആണല്ലോ ഇമ്മോറൽ ട്രാഫിക്. ഏതെങ്കിലും ട്രാഫിക് ആണല്ലോ, അത് കുഴപ്പമില്ല. അല്ല, എനിക്ക് ആൾക്കാരെ കുറിച്ച് ഇത്രയും ആ ഒരു പേടിയുണ്ട്. അതായത് ഇവര് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ളതാണ്. ഞാൻ ഈയിടെ ഒരിടത്ത് മറ്റേ കോള് വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നത്. മറ്റേ ചേട്ടൻ വീണ സ്ഥലം ഏതാ? അത് ചങ്ങനാശ്ശേരി. നോർത്ത് ഇന്ത്യൻ MC റോഡിൽ അല്ല MC റോഡിൽ ചങ്ങനാശ്ശേരി കഴിഞ്ഞ് മറ്റേ ബൈപ്പാസ് അല്ല, ചങ്ങനാശ്ശേരിയിൽ ഇത് നടക്കും എന്നുള്ള നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ അരൂരപ്പുറം ഒരിടത്ത് ഇതുപോലെ കോള് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഒരു ഇട റോഡാണ്. അവിടെ ഇതുപോലെ പെട്ടെന്ന് ഒരു പുള്ളി ബൈക്കിൽ പോകുന്നു. പുള്ളിയുടെ മറ്റേ ഫ്രണ്ടിൽ മറ്റേ ടാങ്കിനോട് സാധനം വെച്ചുകൊണ്ട് ഓടിക്കുമല്ലോ. പെട്ടെന്നൊരു ഒരു പേപ്പർ കവർ പോലത്തെ ഒരു സാധനം എന്തോ ഷോറൂമിൽ നിന്ന് എന്തോ സാധനം മേടിച്ചാൽ എന്തോ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് എന്തോ ഒരു ക്വാളിറ്റി സാധനം
അത് പുള്ളി ഇങ്ങനെ ടാങ്കിൻ്റെ അവിടെ വെച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പം ഞാൻ സംസാരിച്ചെങ്കിൽ ഞാൻ കാണുന്നുണ്ട് ഈ സാധനം ഇതേന്ന് വണ്ടിയെന്ന് പറഞ്ഞ് താഴെ വീണ്. പുള്ളി ആദ്യത്തെ ഒരു 5-10 സെക്കൻഡ് ഈ സാധനം മനസ്സിലാക്കിയിട്ടില്ല, മുന്നോട്ട് പോയി. അപ്പോൾ ഇതിവിടെ കിടക്കുക. അപ്പോഴത്തേക്ക് പുള്ളി അപ്പോഴത്തേക്ക് അപ്പുറത്തോട്ട് വണ്ടി മാറ്റി നിർത്തി. ഞാൻ ഓർത്ത് ഞാനിത് മുന്നോട്ട് പോയിട്ട് ഇതെടുത്ത് പുള്ളിക്ക് കൊടുക്കണോ, പുള്ളി തിരിച്ചു വരുമോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇത് വീണ് ഈ സാധനം താഴെ വീണിട്ടൊരു 10 സെക്കൻഡ് ആയിട്ടില്ല. അപ്പോൾ ഒരു ഓട്ടോ പോയി. അപ്പോൾ സിനിമയ്ക്ക് ഒരു ഓട്ടോയ്ക്ക് എത്തുന്നത് പെട്ടെന്നൊരു കൈ ഇങ്ങനെ താഴോട്ട്, എന്നിട്ട് ഈ സാധനം റാഞ്ചാൻ പോണ പോലെ പോവുക. അപ്പോൾ മറ്റവൻ ഇത് നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കുക. അപ്പോഴത്തേക്ക് ആ കൈ പെട്ടെന്ന് ഇങ്ങനെ ഓട്ടോയ്ക്ക് ഇതടിച്ച് ഓട്ടോ വിട്ടുപോയി. ഞാൻ ഓർത്ത് ഒരു സാധനം റോഡിൽ വീണു 10 സെക്കൻഡിനകത്തൊക്കെ അത് എടുത്തോണ്ട് പോകാൻ. എൻ്റെ ഒരു ഫ്രണ്ട് MBA ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, അവനാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അവനാണെങ്കിൽ ക്യാബ് പിടിച്ച് പോയി. പക്ഷെ അവൻ ഫോൺ മറന്നുപോയി, ഹോട്ടലിൽ വെച്ച് ഫോൺ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ക്യാബ് പോയി കുറച്ച് കഴിഞ്ഞ് പോയപ്പോഴാണ് അവന് പെട്ടെന്ന് കത്തിയത് ഫോൺ മറന്നുപോയെന്ന്. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, ഓടിക്കൊണ്ടുവന്ന ക്യാബിന്റെ വാതിൽ തുറന്നു. കൂട്ടുകാർ കുറെ പേരുണ്ട് ഇങ്ങനത്തെ IIT-യിൽ മണ്ടന്മാര് കുറെ. എന്നിട്ട് ഇറങ്ങിയോടാ അവൻ മറ്റേ ഒരു ബൈക്ക് വന്ന ഡോറിൽ ഇടിച്ചു. അതാണ് ഏറ്റുകാരുടെ കുഴപ്പം. ഇവര് കാരണം ട്രെയിനിൽ ഇറങ്ങിയ പിള്ളേർ എങ്ങനെ IIT എത്തിയെന്നിരിക്കും. അവനാണെങ്കിൽ ആലുവയില് വണ്ടിക്ക് ഇല്ല, അവര് ട്രെക്കിംഗ് ടൂറാണ്. അപ്പൊ അവന് ട്രെക്കിംഗ് ബാഗ് ഉണ്ട്, ബാഗുണ്ട്, ട്രാവലറാണ്. എന്നിട്ട് ഇവൻ വീഗാലാൻഡിൽ പോകാൻ വേണ്ടി വന്നവനാ. ഇവൻ ആലുവയിലെ വണ്ടി നിർത്തിയില്ല തോന്നില്ല, ആലുവയിൽ സ്റ്റോപ്പില്ല, വണ്ടി സ്ലോ ചെയ്തു. ഇവൻ എന്താ ചെയ്തെന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ട്രക്കിംഗ് ബാഗ് എറിഞ്ഞിട്ട് അതുമേക്ക് ചാടി. ഇവന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഇവന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആദ്യം ബാഗ് ഇട്ട് അതിന്റെ മുകളിലോട്ട് എടുത്ത് ചാടാൻ. അപ്പൊ സീനില്ലല്ലോ, സേഫ് ലാൻഡിങ് അല്ലേ, ടോമാഞ്ചെറിന്നൊക്കെ. അപ്പൊ ഈ ഐഡിയ തെറ്റാണെന്ന് മനസ്സിലാക്കിയത് ബാഗ് ഇട്ട് കഴിഞ്ഞിട്ടാണ്. ബാഗ് ഇട്ട് ബാഗ് പോയി. എന്നിട്ട് അവനടുത്ത് ബാഗ് പോയില്ല, അവൻ ചാടി കൈയൊടിഞ്ഞു അല്ലേ. ഇല്ല, അവനവിടെ പോയി ബോധമില്ലാതെ കുറച്ചു നേരം കിടന്നപ്പോ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ റെയിൽവേസിൽ വർക്ക് ചെയ്യണം. അങ്ങനെ കണ്ടപ്പോ അയ്യോ ഇത് മറ്റവനല്ലേ പറഞ്ഞിട്ട് പുള്ളി വണ്ടല്ല, പുള്ളിക്ക് വണ്ടറായി. ഭയങ്കരமான ആൾക്കാര്. അല്ല, അത്ര അഡ്വഞ്ചർ ഒന്നും വണ്ടറിൽ ഇല്ലല്ലേ, പുള്ളി തന്നെ കാണിച്ചു. അല്ല, അവൻ അവിടെ പോയി റോളർ കോസ്റ്ററിൽ ഇങ്ങനെ ഇരിക്കണ്ടാവും. ട്രെയിനിൽ ചാടി ആൾക്കാര്, ട്രെയിനിലെ ആൾക്കാരൊക്കെ നീ ആൾക്കാർ നല്ലവരാണെന്ന് മനസ്സിലായത്. ഞാൻ വീഴുമ്പോഴും എൻ്റെ പേടിയെന്ന് വെച്ചാൽ ആരും വരൂല. ഈ കൂടുന്നവരും മറ്റേതുപോലെ എന്നെ വല്ല ചീത്ത വിളിക്കാൻ വരുന്നവരായിരിക്കും. നമ്മുടെ തെറ്റുകൊണ്ടാണെന്നുള്ള സ്കീമിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും. എനിക്ക് ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണമെന്നേ ഉള്ളൂ. പക്ഷെ അവിടെ വന്ന ആൾക്ക് ഞാൻ പിന്നെ ഹെൽമെറ്റ് ഊരിയിട്ടില്ല. അതായത് പുറകെ ഒരു നടക്കുക മനസ്സിലാവണ്ടെന്നുള്ള സാധനമുണ്ട്. 100 വണ്ടിയൊക്കെ അല്ല 100 വണ്ടിയൊക്കെ പോയി അല്ല, അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ഇപ്പം നമ്മൾ നല്ലൊരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ ആൾക്കാർ നമ്മളെ തിരിച്ചറിയാറില്ലല്ലോ. പക്ഷെ നമ്മളെന്തേലും വല്ല വെട്ടൊക്കെ നിൽക്കുമോ എന്തെങ്കിലും മോശം സാധനത്തിലാണ് നമ്മളെ തിരിച്ചറിയാനുള്ള സാധ്യതകൾ കൂടും. ഇത് എക്സ്പ്രസ് ചെയ്യുന്ന ചിലത് നമ്മളെ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുകയൊക്കെ ചെയ്യാറില്ലല്ലോ, നമുക്കറിയാമല്ലോ സ്ഥിരം ആൾക്കാർ. പക്ഷെ നമ്മൾ മോശം അവസ്ഥയിലൊക്കെയാണ് ഇവർ മനസ്സിലായത് നമ്മളെ കാണിച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനത്തെ അപ്പം മൊത്തത്തിൽ വീണ് കഴിഞ്ഞാൽ മറ്റേ ഇത് കുറേ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. ഇതൊക്കെ ഞാൻ തന്നെയല്ലേ ചിന്തിക്കുന്നില്ല, വണ്ടി കുറച്ച് ചിന്തിക്കുമോ വയ്യാന്നൊക്കെ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെക്കൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് ചിന്തയൊക്കെ. അപ്പൊ ചിലപ്പോ ഇത് ആലോചിക്കുമ്പോൾ ഇത്ര കാര്യം ചിന്തിച്ചിട്ടുണ്ട് തോന്നുന്നു. അതെ, ഞാൻ പക്ഷെ എനിക്ക് ഏറ്റവും വലിയ മറ്റേ ഈ ആൾക്കാരും ദീപക്ജന്ത് കുറ്റമല്ലോ. പക്ഷെ എനിക്ക് തോന്നി ഈ അവിടെ നിന്നവരെല്ലാവരും, അതായത് ചിലർ വന്ന് എത്തി നോക്കിയിട്ട് കുറ്റം പറഞ്ഞല്ല, ഞാൻ പറഞ്ഞു വെച്ചാൽ ലോകത്ത് വേറെ എവിടെ വീണ ഇത്ര ആൾക്കാർ പെട്ടെന്ന് വരൂല. അല്ല, ഇത് കുറച്ച് പേരൊക്കെ മറ്റേ കാണാൻ വന്നവരുണ്ടായിരുന്നു, വലുതായിട്ടൊന്നും ഇല്ലാത്ത. ക്യാമറ എടുക്കും, അപ്പൊ തന്നെ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്തല്ലേ. അത് ലോകത്തിന്റെ പല സ്ഥലത്ത് വീണ പെട്ടെന്ന് ബാക്കിയുള്ള സപ്പോർട്ട് സിസ്റ്റം വരും, അതുകൊണ്ടാണ് ആള് വരണ്ടാത്തത്. അല്ല, ഇവര് നമ്മൾ തന്നെ വേണം ആദ്യം വന്ന് കൊണ്ടുപോകാൻ. എൻ്റെ കൂടെ ഒരു 4 പേരുണ്ടായിരുന്നു മെയിനായിട്ട്. അതിൽ ഒരാൾ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്ന്, പുള്ളി എന്നെ ഹോസ്പിറ്റലിൽ കാണിച്ച് തിരിച്ച് വീട്ടിൽ വരെ കൊണ്ടുവിട്ടു. ഒരാൾ ഹോസ്പിറ്റലുണ്ടായിരുന്നു അടുത്ത്. അത് പറയാം. മറ്റേ വേറൊരു പുള്ളി ഉണ്ടായിരുന്നു അവിടുത്തെ അടുത്തുള്ള ഒരു കടയുടെ മറ്റേ സെക്യൂരിറ്റി ചേട്ടൻ, വേറെ 2 പേര്. അവർ മറ്റേ പബ്ലിക് ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട്. ഇവർ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്ലിപ്പടിക്കും. കുഴപ്പമില്ല പേടിക്കേണ്ട ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് ഇതാണ് മറ്റേ ഇപ്പോഴത്തെ ഓരോ പിള്ളേരെന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു പരിപാടി. ചീത്ത വിളിക്കുന്നതിന്റെ ഹെൽമെറ്റ് കാണുമ്പോഴായിരിക്കും. അല്ല, ഞാൻ എന്നിട്ട് വീണ് കുറച്ച് കഴിഞ്ഞിട്ട് മറ്റേ ചോരെല്ലാം അവിടുന്ന് ഇവിടുന്നൊക്കെ ചോര വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് സീനിൽ നിന്ന് എങ്ങനെയും എസ്കേപ്പ് അടിക്കുക എന്നുള്ളതാണല്ലോ. അപ്പുറത്തെങ്ങാനും പോയി മാറുന്നിട്ട് ഓർത്തടിച്ച് നോക്കിയപ്പോൾ എന്നെ പറ്റിയെന്നുള്ളത്.
അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എരമല്ലൂരാണല്ലോ വീണ്. അപ്പോൾ ഞാൻ തിരിച്ചിങ്ങനെ അരൂര് ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഫുള്ള് നക്ഷത്രം. അത് ഇത്രയും സ്റ്റാർ ഇല്ലായിരുന്നല്ലോ. പിന്നെ മറ്റേ ഫുൾ അടുത്തൊക്കെ സ്റ്റാർ. അമ്മ മനസ്സിലായി തല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഇരിക്കാം, ഞാൻ പോവാന്നൊക്കെ പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ അവർ പറഞ്ഞതുപോലെ സീന ഇത് ഡ്രസ്സ് ചെയ്തിട്ട് പോയാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ കാരണം എനിക്ക് അവിടുന്ന് വീണ്ടും 10-7 കിലോമീറ്റർ ഓടിക്കാനുണ്ടല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി പോയി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഒരു 5 കിലോമീറ്ററിനടുത്ത് തലയിറങ്ങി വീഴും അടുത്ത ഇതിൽ. അത് കാരണം പിന്നെ ഇതുപോലെ മറ്റേ പുള്ളി പറഞ്ഞപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിലാണ് അതിനൊക്കെ കോമഡി. ഇതുപോലെ അവിടെ ചെന്നിട്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുള്ളിക്ക് പൈസ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് പുള്ളി ചേഞ്ച് ഇല്ല. അപ്പോൾ എൻ്റെ 200 രൂപ എൻ്റെ അല്ലേ മറ്റേ ലിക്വിഡ് ക്യാഷ് കാണത്തുമില്ലാത്ത. എന്നിട്ട് ഞാൻ ഗൂഗിൾ പേ വെച്ച് ഗൂഗിൾ പേ ഉണ്ട്. എന്നിട്ട് ഇത് അയക്കാതിരിക്കും, ട്രാൻസാക്ഷൻ ഡിലേ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എനിക്ക് തലയും കറങ്ങുന്നുണ്ട് ഇതും കറങ്ങുന്നുണ്ട്. ഞാൻ ഈ തണ്ടിക്കൻ്റെ വിട്ടുവിടെ ഒന്നുമില്ല. 40 രൂപയല്ലേ ഉള്ളൂ. പക്ഷേ പുള്ളി ഇങ്ങനെ നിൽക്കുക. കുറേയൊക്കെ ഇങ്ങനെ അച്ഛൻ വന്നിട്ട് നിൽക്കാമോ ഇരിക്കാൻ ഒരു വീൽ ചെയർ വേണോ വേണ്ടേ ആ ഒരു പരിപാടി നിൽക്കുക. ഞാൻ ഇവിടെ ഇത് കാശ് കൊടുത്തിട്ട് വേണം ആശുപത്രി പോയി കയറാൻ. പുള്ളി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം ഒരു വിധത്തിൽ വിട്ടു. അച്ഛൻ്റെ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് എൻ്റെ കിളി പോയി. അങ്ങനെ കണ്ടിത് പുള്ളി മലയാളിയല്ല, ഒരു വിധത്തിൽ ഒപ്പിച്ചൊക്കെ മറ്റേ മലയാളം പറയുന്നത്. മറ്റേ ഇവിടുത്തെ മറ്റേ ബ്യൂട്ടി പാർലറിലൊക്കെ നിൽക്കുന്ന ആ ഒരു പരിപാടി മറ്റേ നടക്കാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ നടക്കാം മോഹമുണ്ടത്. അവസാനം മറ്റേ ഡ്രസ്സിങ് റൂമിൽ കൊണ്ടുപോയപ്പോൾ ഇതുപോലെ നേഴ്സ് അടുത്തത്. കാരണം ഇത് ആ ഹോസ്പിറ്റലിൽ ഞാൻ കയറി ഇറങ്ങുന്നിടം വരെ ഞാൻ മാത്രമേ ഉള്ളൂ പേഷ്യൻ്റായിട്ട്, വേറെ ആരും ഇല്ല. ഡോക്ടർ നേഴ്സുമാരെല്ലാം പേഷ്യൻ്റായിട്ടിരിക്കും, ആരെങ്കിലും വരും. എന്നിട്ട് ഞാൻ ഡ്രസ്സിങ് റൂമിൽ കയറിയപ്പോൾ അടുത്ത ഇത് കിളി പോയി. അത് നേഴ്സ് മലയാളിയല്ല. അപ്പോൾ എനിക്ക് പേടിയാണ് പറ്റത്. ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അറ്റൻഡർ നേഴ്സൂടെ നിന്ന് എൻ്റെ ഇതൊക്കെ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെൻ്റെ മുടി വെട്ടും. ടാസ്കാ. പുള്ളിക്കാരൻ താൻ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മറ്റേ നേഴ്സ് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. താൻ ശരിക്കും വെള്ളം അടിച്ചിട്ടുണ്ടോ? എനിക്ക് ദേഷ്യം, ഞാൻ വെള്ളം അടിക്കാറില്ല. എന്നിട്ടൊക്കെ പറഞ്ഞാൽ മറ്റേ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഞാൻ ചോദിച്ചു നേഴ്സ് എവിടെ? ഞാൻ മണിപ്പൂരിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞു. ഇത് പഠിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. നമ്മുടെ നാട്ടില് നേഴ്സിംഗില് മണിപ്പൂർ പോയ നഴ്സുമാര് മലയാളികളെ. കാരണം ഞാൻ ലണ്ടനിൽ പോയപ്പോഴാണ് നഴ്സുമാര് മലയാളിക്കാർ. മറ്റേ ദുബായി ആണെന്ന് പറഞ്ഞാൽ ആരാണ്ട് പറ്റിച്ച് മറ്റേ കൊച്ചി കൊണ്ടതൊക്കെ തോന്നുന്നുണ്ട്. മറ്റേ ദാസിനും വിജയനും പോലെ നേഴ്സുമാർക്ക് പുറത്തോ വേറെ സ്റ്റേറ്റ് നേഴ്സുമാരെ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, നമ്മൾ പുറം രാജ്യങ്ങളിൽ പോകുമ്പോഴും അവിടെ മലയാളി ചുമ്മാ കണ്ടെന്ന് കുഴപ്പമില്ല. വയ്യാതായിട്ട് ചിറ്റിടാൻ നേരത്ത് ആ നേഴ്സ് വേറെ വരുന്നതെന്ന് പറയുമ്പോൾ പുള്ളിക്കാരി ഗോൾഡൻ ഫേഷ്യൽ ഉണ്ട്. രാത്രി ചിലപ്പോൾ അത് ഫ്ലിപ്പ് ആവുമായിരിക്കും. അത് രാത്രി ഹോസ്പിറ്റലായിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും ബിസിനസ്. ഇവര് തമ്മിൽ മറ്റേ ഷിഫ്റ്റാ. ഇനി നീ കുറച്ചു നേരം പുറത്തു പോയിരിക്കും, ഞാൻ സ്റ്റിച്ചിടാണ് അറ്റൻഡർ നേഴ്സുകൾ. പിന്നെ ഡോക്ടർ കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് എനിക്ക് ശരിക്കും വലിയ പ്രശ്നമില്ല. ഞാൻ മുട്ടിനായിരുന്നു. പുള്ളി എൻ്റെ ചേരട്ടെന്നിട്ട് നമ്മൾ ഈ കൊച്ചിലെ കളിക്കുമ്പോഴും മറ്റേ വിഷയം ഉണ്ടാകും. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന മുട്ടിനാണല്ലോ ഇഞ്ചുറി കൂടുതലും വരുന്നത്. മുട്ട് തെന്നി വീഴുക, മുട്ട് മുട്ടരിഞ്ഞ് എൻ്റെ മുട്ടൊക്കെ മറ്റേ ഫുൾ ടൈം ഇതാ. ഒരെണ്ണം പോയി ഉണങ്ങി പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇതാവും. പുള്ളി എൻ്റെ താഴെ നിന്നൊക്കെ മറ്റേ ചോര ഒലിച്ചിതാവുക, കുഴിയൊക്കെയാ. ഹൈവേ എക്സ്റ്റൻസിൻ്റെ ഒരു കട്ടറടക്കാനുള്ള കുഴി എൻ്റെ കാലെ തുള വീണിട്ടുണ്ട്, അതുപോലെ കുഴിയാണ്. എന്നിട്ട് മുട്ടിന് എനിക്ക് വലിയ പ്രശ്നം തോന്നില്ല. പക്ഷെ പുള്ളി എൻ്റെ ചിരട്ട പിടിച്ച് കളിക്കുക. ചിരട്ട മാറ്റി വെച്ചതാണോ എന്നൊക്കെ പറഞ്ഞല്ലോ. മാറ്റി വെച്ചിട്ടില്ല, പ്രശ്നമൊന്നുമില്ല. പുള്ളി ഇത് എന്തോ കാര്യമായിട്ട് ഇതിനെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളി പിടിച്ച് കളിച്ചോണ്ടിരിക്കുക. ഇത് പണ്ട് തൊട്ടേ വീണ മറ്റേ മാർക്കൊക്കെയാണ്. എന്നിട്ട് പുള്ളി മറ്റേ സ്റ്റിച്ച് കാലം എന്തായാലും സ്റ്റിച്ചിടണം. എനിക്ക് മറ്റേ സ്റ്റിച്ചിടുന്നത് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഒരു സ്റ്റിച്ചർ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റിയത് പുള്ളി സ്റ്റിച്ചിടണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ കേസ് വന്നത് ചിരട്ടയ്ക്ക് പ്രോബ്ലം ഉണ്ട്, സ്റ്റിച്ചിടാൻ പറ്റും, മോഹം കൊണ്ടാ. ഇവ മറ്റേ തട്ടുകടയിലൊക്കെ പോയിട്ട് വിളിച്ച് പറഞ്ഞാൽ 1 സൈഡ് അടിച്ചിട്ടുള്ളൂ. അതായത് മുറിവിന്റെ ഒരു സൈഡിൽ കൂടി തുന്നി വെച്ചേക്കുക. 12 ദിവസം കഴിഞ്ഞ് പണ്ടാരം അടിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ കിടക്കുക. മറ്റേ ലാൻഡ് ഫോണിന്റെ കേബിളൊക്കെ ഇപ്പുറത്തൂടെ പിടിച്ചാലേ തൊട്ടത്തുള്ളൂ. പുള്ളി ഷെഫായിരിക്കും, പുള്ളി ഒരു സൈഡ് അടിച്ചേക്കുന്ന മോഡേൺ ഒരു ഡിസൈൻ ഉണ്ട്, പിടിപ്പിക്കട്ടാന്ന്. അങ്ങനെ 2 ടാറ്റും കൂടെ അടിച്ചിടാൻ പറയായിരുന്നില്ലേ? ഇത് തന്നെ കുഴിയായിരുന്നു. ഞാനും ആലോചിച്ചപ്പോൾ ചെയ്യുവാണെങ്കിൽ എംബ്രോയിഡറി ചെയ്യണം തോന്നുന്നു. മൊത്തത്തിൽ പിടിപ്പിച്ചാലേ തൊട്ടത്തുള്ളൂ. എന്നിട്ട് എന്നെ മറ്റേ ആശുപത്രി കൊണ്ടുപോയ ചേട്ടനാണ് എന്നെ മറ്റേ വണ്ടിയിൽ വീട്. ആ ചേട്ടനെയാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. നിന്റെ ആള് വീട്ടുകാരെ കൊണ്ടാക്കി തോന്നൂല്ലേ?
പുള്ളിയും വീണിട്ടുണ്ടോ മുന്നേ? ആ പുള്ളി 3 പുള്ളി ഒന്നാമത്തെ പുള്ളിയിട്ട് പിന്നെ ഞാൻ ബാക്കിയിരുന്ന് കഥ ഒരു കാലൊക്കെ കേട്ടി തൂക്കി ഇട്ടിട്ട് എന്നിട്ട് ഒന്നാമത്തെ തവണ ഞാൻ മറ്റേ വീണത് അവിടെ, രണ്ടാമത്തെ ഞാൻ ഡയറക്റ്റ് ബസ്സിനടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, മൂന്നാമത്തെ തവണ അവിടെ കണ്ടു. ഇത് മൂന്നാമത്തെ. എന്നിട്ട് പുള്ളിയും 2 വീലർ, പുള്ളി ഇതുവരെ പറ്റി പോകുമ്പോഴത്തേക്ക് എന്നോട് ഇതിലാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് ബ്രേക്കൊന്നും പിടിക്കരുത്, നമ്മളിങ്ങനെ വിട്ട് 3 തവണ പിടിക്കും. അപ്പോഴത്തേക്ക് ഞാൻ മുറിവൊക്കെ ആയിട്ട് ഫ്രണ്ടിച്ചില്ല. പുള്ളിയെ പോലെ ഇത്ര ഒരു വലിയ നന്മമരത്തിന് ഞാൻ കണ്ടിട്ടില്ല. അതായത് നമ്മളിപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കലിപ്പുള്ളവർ നമ്മൾ മറ്റേ റോഡിൽ പോകുമ്പോൾ ഭയങ്കര മറ്റേ ബ്രൈറ്റ് അടിച്ചിട്ട് ഇങ്ങോട്ടും നമ്മൾ പാസ് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ വരും ഡിമ്മാക്കാത്ത, നമുക്ക് കണ്ണും കണ്ടുകൂടാ റോഡും കാണാൻ വരാം. എനിക്ക് പലപ്പോഴും ഈ 2 വീലറിൻ്റെ മറ്റേ ഹെഡ്ലൈറ്റ് ശരിക്കും ഇവന്മാർക്ക് നമ്മളെ കാണാൻ വേണ്ടി വെച്ചേക്കുന്നത് അന്ന് എനിക്ക് തോന്നിയിട്ട്. കാരണം നമുക്കിത് റോഡ് കാണൂല്ലോ 2 വീലറിൻ്റെ ഹെഡ്ലൈറ്റ് വെച്ചിട്ട്. നമ്മുടെ ഈ റോഡിൽ ഈ പറഞ്ഞ പോലെ ഡിമ്മിട്ട് പോകണമെന്നും പറഞ്ഞിട്ടും കാര്യമില്ല, റോഡ് കാണില്ല, ഹൈബീമിട്ട് തന്നെ ഓടിക്കാം. ഓപ്പോസിറ്റ് ആള് വരുമ്പോൾ ഈ പുള്ളിക്കാരനാണ് ഞാൻ ആദ്യമായിട്ട്, ഞാനൊക്കെയാന്ന് വെച്ചാൽ 2 തവണ പാസ് അടിക്കും, ഡിമ്മ് മാറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാനും ബ്രൈറ്റ് അടിച്ച് നേരെ പിടിച്ചേക്കും. പറ്റുന്ന പോലെ അവനെ ശല്യം ചെയ്യണം എന്നുള്ള സാധനം ഉണ്ടല്ലോ. കാരണം ഇവന് ഇത് തന്നെയുള്ള നമുക്കിട്ടും ചെയ്യുന്നത്, ഇതാണ് നമ്മളും ചെയ്യുന്നത്. ഞാൻ പക്ഷേ ഈ പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വണ്ടി ബ്രൈറ്റ് ഇട്ട് വരുമ്പോൾ ഇയാൾ ഡിമ്മാക്കും, എന്നിട്ട് പുള്ളി മാറ്റത്തില്ല, അവന്മാരിത് മാറ്റത്തില്ല, ഇയാൾക്ക് റോഡ് കാണത്തില്ല. പക്ഷെ ഇയാൾ പോയി വീണാലും മറ്റവർക്കൊന്നും പറ്റില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ വണ്ടി ഓടിക്കുന്നത്. ഞാൻ ഓർത്ത് ആലപ്പുഴയ്ക്കകത്ത് നമ്മൾ 2ാമത് വീഴുന്ന ഇതിൻ്റെ ഇടയിൽ കൂടെ ഉപദേശിച്ചു. പുള്ളി പറഞ്ഞു സൂക്ഷിക്കണം, നമ്മൾ സൂക്ഷിക്കണം. ശരിയാ, ഞാൻ എൻ്റെ ലാസ്റ്റ് സൈകിട്ട് പുള്ളി ഓടിയെന്ന് പറഞ്ഞ് നമ്മളങ്ങ് നേരത്തെ പരിചയമില്ലാതായിപ്പോയി, ഇല്ലെങ്കിൽ ചേട്ടനോട് വന്നാൽ മതിയായിരുന്നു, ഞാൻ എൻ്റെ വണ്ടി എടുക്കണ്ടായിരുന്നു, വീഴുമില്ലല്ലോ. ചില മറ്റേ ആശുപത്രിക്കാർ ആട് ഭയങ്കര സാധനമാണ്. അതായത് ഇവന്മാർ വളവിനൊക്കെ ഉണ്ട്, അതായത് ഇവരുടെ ഒരു ഏരിയ ആവുമല്ലോ, ഇത്ര കിലോമീറ്റർ, ഇനി നിങ്ങൾ പേടിക്കണ്ട കാരിത്താസ് ഉണ്ടെന്നൊക്കെ ധൈര്യമായിട്ട്, അത് വെച്ചാൽ ഇത്ര കിലോമീറ്റർ വീണ് കഴിഞ്ഞാൽ നേരെ ഒരു മറ്റേ 2 കാല് അതിൽ കെട്ടി വെച്ചിരിക്കുന്ന പടമൊക്കെ, ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞങ്ങളുണ്ടെന്ന്. തിരുവല്ലയിൽ ബിലീവേഴ്സ് എന്ന് പറഞ്ഞാൽ ബിലീവേഴ്സ് റോഡ് മറ്റേ അങ്ങനെ കൊല്ലമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ തൊട്ടേ ബിലീവേഴ്സിൻ്റെ ഇതാണ്. നമുക്ക് ചിലപ്പോൾ വഴി മാറിയപ്പോലും ബിലീവേഴ്സ് ഇത്ര കിലോമീറ്റർ കണ്ട് വരാം, വഴി തെറ്റില്ല. ബിലീവേഴ്സ് ലാസ്റ്റ് ഒരു പോയിന്റ് ആയാൽ പിന്നെ ഇവിടുന്ന് ഒരൊറ്റ ടേണാണ്, ആ ടേൺ എടുത്തു കഴിഞ്ഞാൽ ബിലീവേഴ്സിലോട്ട് മാത്രമേ പോകാൻ പറ്റൂ. അവിടെ ഇവന്മാർ ആ വളവിന് ഫ്ലെക്സ് അടിച്ച് ഇനി ഒറ്റ വഴി ബിലീവേഴ്സിലേക്ക് മാത്രമാണ്. ഡെഫിനറ്റ് ആയിട്ടും അല്ല, ശരിക്കും എനിക്ക് ആശുപത്രികളുടെ പരസ്യമല്ല, ഇങ്ങനെ ട്രാഫിക്കിൽ അവർ ആശുപത്രികളുടെ പരസ്യം വെച്ചേക്കുന്നത് ശരിക്കും ഭയങ്കര ഒഫൻസീവായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയ വെല്ലുവിളി അല്ലെങ്കിൽ ചെറിയൊരു പൊട്ട സൂചന അല്ലേ? അത് കണ്ടാൽ നമുക്ക് തോന്നും അടുത്ത എത്ര കിലോമീറ്റർ വീണ് പോകുന്നില്ല. അവരത് വെച്ചേക്കുന്നത് നമ്മൾ ആക്സിഡന്റ് നടക്കണമേ എന്നുള്ള ആഗ്രഹത്തിലാണോ എന്ന് നമുക്ക് തോന്നിപ്പോ. നമുക്കൊരു ആക്സിഡന്റ് നടന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു കൺസേൺ ദൈവം ഏത് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകണമെന്നില്ലേ. കാരണം ഒരു ലേക്ക് ഷോറി എല്ലാം കൊണ്ടുപോയാൽ അവിടെ തന്നെ പാത്രമൊക്കെ അതാ ബില്ലിവിടെ ഒരു സാധനം ഉണ്ടല്ലോ, ബില്ല്. അല്ല, ഇന്നത്തെ കാലത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കാവുള്ളൂ. ഇൻഷുറൻസ് സ്പോൺസർ ഉണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് പ്ലേസ്മെന്റ് അടിക്കായിരുന്നല്ലേ. നമുക്ക് പ്രോഡക്റ്റ് പ്ലേസ്മെന്റ് അതെ, നമുക്കൊരു സ്പോൺസർ ഉണ്ടായിരുന്നെങ്കിൽ ഇൻഷുർ ചെയ്യൂ നിങ്ങളുടെ ജീവിതം. അപ്പൊ മധുരയില് ഞാൻ ഈ കഴിഞ്ഞ ദിവസം റിൻഷാദ് മഹാദേവ് ജോണിന്റെ ഭാര്യ മധുരയിൽ ഫെലോഷിപ്പ് ചെയ്യണം. അപ്പൊ ഞങ്ങള് തിരിച്ചു പറഞ്ഞ വഴിക്ക് മധുരയിൽ ഒരു സിഗ്നലിൽ ഞങ്ങള് കിടക്കാം, ബ്ലോക്കിൽ കിടക്കാം. അപ്പൊ അകലേന്ന് ഒരു AR റഹ്മാൻ സംഗീതം പുതുവെള്ളൈ മഴൈ ഇത് കേട്ട് ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. അതിന്റെ ഇടയിൽ അപ്പൊ തന്നെ ഈ ലോട്ടറി വിൽക്കണ മൈക്ക് പോലെ എന്താ സാർ വന്ന ജംഗ്ഷനിൽ നിന്ന് വണ്ടി മാറ്റേ എന്ന് പറഞ്ഞിട്ട് ട്രാഫിക് പോലീസ് തന്നെ എന്താ സാർ വന്നേ എല്ലാവരും വെറും ഞാൻ പോന്നാത്താ. ഈ പാട്ടും ഈ സാധനം ഇങ്ങനെ മാറി ഭയങ്കര വല്ലാത്ത നമ്മൾ പ്രതീക്ഷിക്കില്ല. നമ്മള് ആ ഒരു ഏരിയ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളെ ഇയാള് മൈക്കോടെ വിളിക്കും തോന്നും. വിളിച്ചിട്ട് ആ ക്രോസ് ചെയ്ത് നിൽക്കുന്നവൻ ഇപ്പൊ അവിടെ അടങ്ങി പൊതുവെള്ളൈ മഴ സാധനം പിടിക്കും. ആള് ഈ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കണവര് അങ്ങനെ അല്ലെങ്കിൽ സിഗ്നലില് എടുത്തിട്ട് പോവാത്തവര് ആൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരിക്കുന്നു. അതിന്റെ ഇടയില് ഈ പാട്ട് ഇങ്ങനെ അല്ല, അവിടെ ഓൾ ടൈം ആ സ്പീക്കറിൽ കൂടെ ജംഗ്ഷനിൽ പാട്ട് പ്ലേ ചെയ്തോണ്ടിരിക്കുകയാണ്. മറ്റേ ഈ പുറത്തൊക്കെ ഉള്ള ഇതാണല്ലോ, മറ്റേ മെട്രോ സ്റ്റേഷനിലൊക്കെ അനൗൺസ്മെന്റ് ഇല്ലേ, ഇന്ന മറ്റേ ഡ്രസ് ഇട്ട് ഒരു മറ്റേ യെല്ലോ ലൈൻ ഇപ്പുറത്തോട്ട് മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ അതിന്റെ കൂട്ടത്തിൽ പാട്ട് ഇത് ശരിക്കും ആ ലിറിക്കലല്ല, മറ്റേ ഇതാണ് മ്യൂസിക് പാട്ട് വിളയാണ്. എനിക്കറിയാൻ പറ്റില്ല, അവർക്കൊരു മൂഡിന് വേണ്ടിയിട്ടായിരിക്കും. ഇടയ്ക്ക് അത് കട്ട് ചെയ്തിട്ട് പുള്ളി മൈക്രോഫോൺ എടുത്തിട്ട് അതങ്ങനെ വോളിയം കുറയ്ക്കും, എന്നിട്ട് പറയും മറ്റേ യൂണിഫോം ഇട്ട് ക്രോസ് ചെയ്ത് നിൽക്കുന്ന അപ്പൊ ഇനിയിപ്പോ ക്രോസ് ചെയ്യരുത് മറ്റേ സാധനം ഇടും. തട്ടി മുട്ടി മുട്ടി ഒരു പുഴു.
അത് ഈ തമിഴ് കൂടെ ആയതുകൊണ്ട് ഇത് മൊത്തത്തിൽ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ആ ഒരു സിഗ്നലിൽ മാത്രമേ ഈ സാധനം കണ്ടിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര എല്ലാ ട്രാഫിക് സിഗ്നലിലും അത് വരട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് എന്തെങ്കിലും ഫൺ വേണ്ട. നമ്മൾ ജംഗ്ഷനിലെ ട്രാഫിക്കുകൾ വെറുതെ കിടന്ന് ഡിജെനെ പോലെ ഹോൺ അടിച്ച് റെസ്പോണ്ടുകള് ഓൾ ദ ബോയ്സ് പുട്ടി. അയ്യോ, തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് ഹോൺ അടിക്കാൻ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടത്തെ കാലത്ത് നേരം വെളുക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല, ഈ കൊറേ ഓട്ടിക്കുന്നവർ എനിക്ക് ഹോൺ അടി ഒരു ഭാഷയായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. തെറി വിളിക്കുക പരിപാടി. തെറി വിളിക്കുന്ന അല്ല അത് കുറെ ഉണ്ട്. മറ്റേ നീട്ടിയൊക്കെ ഓണടിച്ചു കഴിഞ്ഞാൽ നല്ല തെറി വിളിക്കുന്ന പോലെ അപ്പൊ ഒതുക്കി കൊടുക്കുക. അവിടെ തട്ടിയാലും ആരും ഒന്നും പറയുന്നില്ല കേട്ടോ. അവിടെ സ്ഥിരം അങ്ങനെ തട്ടുമ്പോ നിർത്തിയിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. വണ്ടി എടുത്ത പുതുവെള്ളി അവര് ദേശീയത്തിലെ കലിപ്പ് വരുമ്പോ ചെറിയ തട്ടൊക്കെ എനിക്ക് പല സ്റ്റേറ്റിലും വലിയ പ്രശ്നമില്ല. നമ്മുടെ കേരളത്തിൽ മാത്രമേ അല്ല, കൊച്ചിയിലാണെങ്കിൽ ആ ട്രാഫിക്കില് ചെറിയവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലൊന്നും ചെറിയ സ്ക്രാച്ച് ഒന്നും ആരും മൈൻഡ് ചെയ്ത് പോയില്ല. നമ്മളെ റീസെന്റ് ഗൂഗിൾ മാപ്പ് കുറച്ച് ചുറ്റിച്ചായിരുന്നു. വല്ലാതൊന്നും ചുറ്റിച്ചായിരുന്നു. മൂന്നാർ പോയപ്പോള് മൂന്നാറില് അതെന്റെ വണ്ടിയെയും നിങ്ങൾ വല്ലാതെ ചുറ്റിച്ചു. ഇല്ല, വണ്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്ക് തോന്നുന്നു. ഒരിക്കലും ഈ ഹൈ റേഞ്ച് കയറി കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് നമ്പി പോകരുത്. ആരെങ്കിലും കണ്ട് ചോദിച്ചു പോകാന്നുള്ളത് തന്നെയാണ് നടക്കുന്ന പരിപാടിയുള്ളത്. ഹൈ റേഞ്ച് കയറി കഴിഞ്ഞാൽ ഇതിന്റെ സ്വഭാവം മാറും. എനിക്ക് ഇവരിടയ്ക്ക് ടെസ്റ്റിംഗ് പരിപാടി നടത്താറുണ്ടെന്ന് തോന്നുന്നുണ്ട്. ചില റൂട്ട് സജസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർ പോയി കഴിയുമ്പം അത് പിന്നെ ആ റൂട്ടായിട്ട് അങ്ങനത്തെ ഒരു പരിപാടി. അല്ല, അതുകൊണ്ടാണ് ചില റൂട്ട് നമ്മൾ കയറി പോകുമ്പോൾ മറ്റേ റോഡ് ഡെഡ് എൻഡ് ഒക്കെ ആയിട്ട് തീരുന്നത്, അല്ല വല്ല വീടിന്റെ വാതൊക്കെ പോകുന്നത്. ജിയോ ഇൻഫർമാറ്റിക്സ്. അല്ല, അങ്ങനെ സംഭവം ഉണ്ട്. ശരി, ഇതിന് ഗൂഗിൾ മാപ്പ് പറയണം എന്നാണ് എൻ്റെ ഒരു. നിങ്ങളെ മൂന്നാറും ഉണ്ടായതല്ലേ ഈ പറഞ്ഞതിന് നിങ്ങളും ആ വണ്ടി നീ അങ്ങനെയൊക്കെ ആക്കിയത് എന്നോട് നിങ്ങൾ മാപ്പ് പറയണം. അനീസ് വണ്ടി ഓടിക്കുന്നത് ഭയങ്കര രസമുള്ള ഓടിക്കില്ല. ഞാൻ ഇവനെ 1-2 പ്രാവശ്യം ഞാനുള്ളപ്പോ വണ്ടി ഓടിക്കാൻ ഇവന് കൊടുത്തിട്ടുള്ളൂ. ഇവൻ ഈ ഗിയറിടും തുഴുന്നാട്ടണ പോലെയാ. ഇങ്ങനെ ഒന്ന് കറക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൽ വീണ അതിടും, എന്നിട്ടാണ് ഈ സാധനം എടുത്ത് പോണത്. അപ്പൊ പറഞ്ഞിട്ട് മേലാക്കാൻ വണ്ടി അങ്ങനെയല്ലേ, ആവശ്യത്തിന് ഓയിലുണ്ടല്ലോ. ഉഴുന്നാട്ടണ പോലെടാ അതിന്. നമ്മളവരെ ഇവന് ഓട്ടോമാറ്റിക് ആണെങ്കിൽ കൊടുക്കാം. ഇവൻ ദീപകിന്റെ വണ്ടി ഓടിച്ചായിരുന്നു, മര്യാദക്ക് ഓടിച്ചായിരുന്നു. പക്ഷെ എന്റെ ഫോർഡിഫിക ഇവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ട് ഫ്രണ്ടിക്ക് കുറച്ച് നീങ്ങും. അതിന് പ്ലീസ്. ജോണിനൊരു കുഴപ്പമുണ്ട്. ജോൺ വണ്ടിയുടെ സൈഡിലിരുന്ന് ബാക്കിലിരുന്നൊക്കെ ഡ്രൈവ് ചെയ്യും. അത് ഞാൻ ഡ്രൈവ് ചെയ്യും. അത് ഒരു ദിവസം ജോൺ പുറത്തിരുന്ന് ഡ്രൈവ് ചെയ്തു. വേറെ വണ്ടിയിലൊക്കെ സൈഡിൽ വന്നിട്ട് ആ ഗിയറല്ലേ മറ്റേ ഗിയർ. ഞാൻ സൈഡിലിരിക്കാൻ ഭയങ്കര മോശം. ഫ്രണ്ട് ഡ്രൈവറിന്റെ സൈഡിൽ ഞാൻ റിൻഷാനോട് ചോദിച്ചു നോക്കണം. റിൻഷാ വണ്ടി ഓടിക്കുമ്പോൾ ജോൺ അടുത്ത് വന്നു. അല്ല, അപ്പൊ ഞാൻ ഇവന്റെ കൂടെ ഇരുന്ന പിന്നെ റിൻഷാദിന്റെ അടുത്ത് ഉണ്ടാറില്ല. ഞാൻ ഏറ്റവും മോശം ഡ്രൈവറെ കണ്ടു കഴിഞ്ഞു. പക്ഷെ എന്നാലും വണ്ടി ഓടിക്കൂല അല്ലേ? ആര് പോടാ, റിൻഷാദൻ ഇവനുണ്ടെങ്കിൽ ഞാൻ ഓടിക്കുള്ളൂ. ശരിക്കും ജോണിനായിരുന്നു മൂന്നാർ കൊണ്ടുപോണ്ടിരുന്നത്. അതെ, അറ്റ്ലീസ്റ്റ് എന്റെ വണ്ടിയുടെ ആരോഗ്യമെങ്കിലും. നമ്മള് മൂന്നാർ പോണ വരി മൊത്തം ഫ്ലെക്സിൽ ഇങ്ങനെ ജോൺ ഇങ്ങനെ കിടക്കണം. റാലിയത്തിന്റെ പരസ്യല്ലേ, ഞാൻ അവിടെ കിടന്ന് എന്റെ വണ്ടി ഇങ്ങനെ കാണായിരുന്നു. ശരിക്കും ആ കഥ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. മകേനിസൊക്കെ പറഞ്ഞു ഗൂഗിൾ മാപ്പ് നമുക്ക് 20 കിലോമീറ്റർ കുറവുള്ള വഴി കാണിച്ചു തന്നു. നമുക്ക് ശരിക്കും നമ്മളറിയുന്നില്ല 20 കിലോമീറ്റർ കുറവുള്ള വഴിയാണ് ഗൂഗിൾ മാപ്പ് സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഇത് റെഗുലർ വഴിയാണ്. കേട്ടിട്ടില്ലാത്തവര് അഭിനയിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഓഹോ അങ്ങനെയാണ് ചോദിക്കണം. പ്രഭു ആ ഡീവിയേഷൻ എടുത്ത് മുന്നോട്ട് പോയി തുടങ്ങി. ഒരു 2 കിലോമീറ്റർ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഡീവിയേഷൻ എടുക്കുമ്പോൾ നമുക്കറിയത്തില്ല. കാരണം നല്ല ഹൈവേയിൽ നിന്ന് ചെറിയ ഡീവിയേഷൻ കുഴപ്പമില്ലാത്ത റോഡിലേക്ക് ഇറങ്ങി റൈറ്റ് പിടിച്ച് നമ്മൾ ഇറങ്ങി 2 കിലോമീറ്റർ പോകുന്നവരെ കുഴപ്പമില്ല. 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ റോഡ് കാണാതായി, തോടായി. ഒരു കല്ലിൻ്റെ പുറത്ത് ഒരു കല്ലിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴും നമ്മൾ വിചാരിച്ച് റോഡ് ഇടയ്ക്ക് ഇങ്ങനെ, നമ്മുടെ കേരളമാണല്ലോ, യൂറോപ്യൻ മെത്തേഡിൽ എന്തെങ്കിലുമുള്ള ചെറിയ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കഥ പറഞ്ഞ എനിക്ക് എന്റെ വണ്ടി വിൽക്കാൻ പറ്റും? നമ്മള് നിന്റെ പേരിലല്ല ഇത് വിൽക്കുന്നത്. അവസാനം നമ്മള് വേറെ ആരെങ്കിലും പേരിലായിരിക്കും. മമ്മൂട്ടി കണ്ണൂർ സ്ക്വാഡിലെ വണ്ടി മേടിച്ചതുപോലെ. ആക്ച്വലി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് കയറി കഴിഞ്ഞിട്ട് ഞാൻ അനീസിക്ക എടുത്തത് ഞാൻ ഓട്ടിക്കാൻ. അനീസിക്ക പിന്നെ വണ്ടി വന്നിട്ടില്ല എനിക്ക്, കാരണം അനീസിക്കൊക്കെ ഒരു ആത്മബന്ധം ഉണ്ടായ വണ്ടിയായിട്ട്. മറ്റേ അവതാറിൽ ഇക്രാൻ പോലെ വാലൊക്കെ അനീസിക്ക വണ്ടി വന്ന് നിൽക്കും. ശരി, അത് കഴിഞ്ഞ് ഞാൻ വണ്ടി ഹാൻഡ് ഓവർ ചെയ്തില്ല, ഞാൻ തന്നെ പിന്നെ ഓടിച്ച മൊത്തം. ഒറ്റ കാലെടുത്ത അപ്പൊ ഓഫാവുക, പിന്നെ ഓണാവുന്നില്ലല്ലോ, ഇടിച്ചൊക്കെ നിൽക്കില്ലേ. ഞാൻ പറയാം, മൂന്നാറിൽ നമ്മള് അങ്ങനെ ഈ ഡീറ്റൂർ എടുത്തത് ഒരു 20 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നമ്മളൊരു 18 കിലോമീറ്റർ വണ്ടി നിന്നു. അത് നല്ലൊരു പൊസിഷനില് നമ്മള് വണ്ടി പുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് വിൻഡോ ഒക്കെ താത്തി AC ഒക്കെ ഓഫ് ചെയ്ത് പോവാണ്. വണ്ടി കംപ്ലീറ്റ്ലി നിന്ന് അവിടെ. പിന്നെ നമ്മൾ ജോണിന്റെ വണ്ടിയിലെ കളഞ്ഞിട്ട് വരാന്ന് വെച്ചിട്ട് പോയപ്പോ അനീസ് പറഞ്ഞ അനീസ് വണ്ടി നിൽക്കാം,
പിന്നെ മറ്റേ രണ്ടുപേര് മലയാളം അറിയാത്തവരാണല്ലോ. അപ്പം ഞാൻ അവരുടെ കൂടെ പോയി. എന്തോ ഭാഗ്യത്തിന് പിന്നെ വണ്ടി ഓണായല്ലേ, വണ്ടി ഒന്ന് തണുത്തപ്പോ ഓണായി. അല്ലെങ്കിൽ തൊട്ടടുത്ത് കൊക്കയായിരുന്നു, അങ്ങോട്ട് തള്ളിയിട്ടാൽ മതി എന്ന് വിചാരിച്ചു. കാരണം റോഡിൽ കിടന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നീയും കൂടി ഇരുന്നിട്ട് ചാടിയാൽ തരുന്നത് തിരിച്ചിങ്ങോട്ട് നിന്നെ ഞാൻ തള്ളിയിടും. എനിക്ക് പറഞ്ഞാൽ ട്രിപ്പിലെ തന്നെ ഏറ്റവും ഹൈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ വണ്ടി വീണ്ടും അനീസിക്ക വണ്ടി ഓടിച്ച് ഹോൺ അടിച്ച് ലൈറ്റിൽ വന്നപ്പോൾ അല്ലേ. കാരണം അവിടെയായിരുന്നു വണ്ടിയെങ്കിൽ പിന്നെയും പോയി ജീപ്പ് എടുത്ത് അവിടെ കൊണ്ടുപോയി മെക്കാനിക്കിനെ കണ്ടുപിടിച്ച് അത് ശരിയാക്കി. അതും ഇതേപോലെ ഒരു കൊക്ക. ദീപമൊക്കെ നടന്നു തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പുറകെ വണ്ടി എടുത്തോണ്ട് ഞാൻ ഈ ലൈറ്റ് ഇട്ട് ഹോൺ അടിച്ച് പോകുന്ന എനിക്ക് റോഡ് കാണത്തില്ല. കോട ഇറങ്ങിയിട്ട് ആകെ ഇത്രയുള്ള തോട് പോലെ റോഡ് എനിക്ക് കാണത്തില്ല. പക്ഷേ ഇത് ഞാൻ വണ്ടി നിർത്തി ബ്രേക്ക് പിടിച്ച വണ്ടിയിൽ ഓഫായി പോകും, പിന്നെ ഓൺ ആകത്തില്ലെന്ന് വിചാരിച്ചു ഞാനത് കണ്ണടച്ചിട്ട് നേരെ ഓൺ അടിച്ചിങ്ങനെ പോവായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ദീപനെ കണ്ടുപിട്ടി. ഹാപ്പി. എന്നിട്ട് പുള്ളി കൊക്കെ പോയി കാണുന്നു. വല്ല കാട്ടുമൃഗങ്ങളും പിടിച്ചു കാണുന്ന പെൺകുട്ടികളെയും കൊണ്ട് ദീപക്ക് ഇങ്ങനെ നടക്കുക. അവിടെ ഞാൻ അനീസിക്കനെ പറ്റി ചിന്തിക്കും. എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വന്ന് മൂന്നാർ നമ്മൾ വിചാരിച്ച് ഇത് എങ്ങനെ പറയും, ജോണിൻ്റെ അടുത്ത് ഇത് എങ്ങനെ പറയും എന്നുള്ള. കാരണം പാവം വണ്ടി വളരെ വിശ്വസിച്ച് തന്നതല്ലേ, എന്ത് പറഞ്ഞാലും ജോണിൻ്റെ വണ്ടിയല്ലേ. പിന്നെ നമുക്കും ചെറുതായിട്ട് പേടി തുടങ്ങി, ഇതിനി എറണാകുളം വരെ നിന്നില്ലേലോ എന്നുള്ള. അങ്ങനെ താരം വന്നപ്പോൾ നമ്മുടെ എഞ്ചിൻ ഓയിൽ കാണിച്ചപ്പോൾ പുള്ളി ഡ്രാമ കാണിച്ചതാണോ സത്യത്തിൽ പറഞ്ഞതാണോ. പുള്ളി പറഞ്ഞ് 2-3 കിലോമീറ്റർ കൂടെ നിങ്ങൾ പോയിരുന്നെങ്കിൽ എഞ്ചിൻ ഔട്ടായി പോയിരുന്നു, ഒട്ടും ഓയിലില്ല. ആൾക്ക് ചെറുപ്പത്തിൽ ഡോക്ടറാവണമെന്നായിരുന്നു ആഗ്രഹം. എന്താ വെച്ചാൽ സിനിമയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് കൃത്യസമയത്ത് നിങ്ങൾ എത്തിച്ച കാരണം രക്ഷിച്ചു. ആളുടെ അടുത്ത് അപ്പ ചോദിക്കണ ചേട്ടന് ചെറുതിൽ ഡോക്ടറാവണമെന്നായിരുന്നു. പുള്ളി അങ്ങനെ 2 കിലോമീറ്റർ കൂടെ ഓടിയായിരുന്നെങ്കിൽ ഇതിന്റെ എഞ്ചിൻ പോയേനെ, കറക്റ്റ് എഞ്ചിൻ പോയേനെ 2 ലക്ഷം. അടുത്ത വർക്ക്ഷോപ്പിൽ പോകാനുള്ള ദൂരം ഇല്ല. ഒരു 10 പറയായിരുന്നു ആൾക്ക് അല്ലേ. അത് 2 ഭയങ്കര കൃഷി. പുള്ളി ദൈവദൂതനെ പോലെ പിന്നെ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അവിടെ വർക്ക്ഷോപ്പ്. ആ സമയത്ത് അങ്ങനെ ഒരാളെ കിട്ടാന്ന് പറയുന്നത് അല്ല, വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ ഒരു ഷെഡ്, കുറച്ച് ടൂൾസ്, പിന്നെ ഒരു സ്റ്റാഫ്. ഇതാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. കുറെ വണ്ടികളോട് പാർക്ക് ചെയ്യുന്നത്. വണ്ടികളൊക്കെ സ്ഥിരം ഇത് കയറി ഇറങ്ങി വണ്ടിയിൽ പ്രശ്നം വരും. തൊട്ടടുത്ത ടൗണിൽ നിന്ന് ഇവർ സ്പെയർ പാർട്സ് കടയിൽ വിളിച്ച് പറയും, സാധനം കൊണ്ട് പണിയും. അങ്ങനെ ഓയിൽ വിളിച്ച് പറഞ്ഞു, ഫിൽറ്റർ മാറി, കൂളൻ്റ് മാറി, അല്ലല്ല പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ മാറി, എന്നിട്ടെല്ലാം മാറ്റി ചെയ്ത് പുള്ളിക്കാരനാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഓയിൽ അടിച്ച് മാറ്റി ബാക്കി കുറച്ച് ഓയിൽ നമുക്ക് എന്നിട്ട് ഓണർക്ക് കൊണ്ടു കൊടുക്കുന്നത്. ഓണറിന്റെ വണ്ടിയല്ല, നമ്മുടെ ഓണർഷിപ്പിലുള്ള വണ്ടിയല്ല. ആദ്യമേ പറഞ്ഞു നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടിയാണ്. എന്തിനാ അതൊക്കെ പറയേണ്ട കാര്യം? അല്ലെങ്കിൽ നമ്മള് ഓയില് ഒഴിക്കാതെ ഉത്തരവാദിത്വം ഇല്ലാത്തവരായി പോയില്ലേ. നിന്റെ തലയിൽ വെച്ച് ചെയ്തിട്ടില്ല. അവൻ പറഞ്ഞു സൺഫ്ലവർ ഓയിൽ വല്ല ഒഴിച്ചാൽ മതി. കൊള്ളാടാ, നന്നായിട്ടായിരുന്നത്. നമ്മള് ട്രാഫിക് സംസാരിച്ച് ട്രാഫിക് ഇല്ലാത്ത മൂന്നാറിനെ പറ്റിയല്ലോ. അനീസിക്ക ചെരുപ്പൊക്കെ ഊരിയാണ് ഒട്ടിക്കണം. പണ്ടത്തെ സ്കിൻ ടു സ്കിൻ. അല്ല, നമ്മളവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളില് ഷൂസിനെ കോണ്ടായിട്ടാണോ കാണുന്നത്? ഞാൻ ഇവന് നേരത്തെ പറഞ്ഞു, ഞാൻ വണ്ടിയും തമ്മിലുള്ള ഞങ്ങളുടെ ഒരു രതി മുഹൂർത്തങ്ങളാണ് ഞാനത് എൻജോയ് ചെയ്യുന്നത്. ഞങ്ങളിങ്ങനെ 1, 2 ഞാനത് എന്റെ കയ്യിൽ കോർത്ത് പിടിക്കുന്ന തണുപ്പും അല്ലേ. അത് തന്നെ, ഞാൻ വെറുതെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനല്ല, അതെന്റെ കൈ കോർത്ത് പിടിച്ച് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്റെ വണ്ടീനെ യൂസ് ചെയ്തു. അതിനകത്ത് കയറുമ്പോ ചെറിയ മൂളക്കം നീ പറഞ്ഞില്ല, അതെന്താ? ഞാൻ ആക്സിലേറ്ററും വെച്ച് കൊടുക്കുന്നതല്ല, അത് വേറെ മൂളക്കമാണ്. നീ എന്താ സൗണ്ട് നേരത്തെ ഇട്ടില്ല, ഒന്ന് കേൾപ്പിച്ച് ഇല്ല, ഒന്ന് കേൾപ്പിച്ച്. അത് തന്നെ 10 ഉണ്ടായിരുന്നു, അതാണോ ആദ്യത്തെ 10 അല്ല, ഒരു സൗണ്ട് വണ്ടി ഒരു സാധനം കേൾപ്പിച്ചായിരുന്നല്ലോ. അത് ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ മാറ്റണം. അതുകൊണ്ടല്ല, ഇവനൊക്കെ പഠിപ്പിച്ച ഡ്രൈവിംഗ് സ്കൂളിൽ ആദ്യം പറയണം. ഇത് ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പലയിടത്തുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ എൻ്റെ അടുത്തും ഈ ചെരുപ്പ് ഊരിയിട്ടിട്ട് ഓടിക്കാൻ പറയും. വണ്ടി ഓടിക്കുമ്പോൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് നമ്മുടെ അടുത്ത ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് കഴിഞ്ഞ് വല്ലയിടത്തേക്കും പോകാൻ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി ഷൂസൊക്കെ ഇട്ടിട്ട്, എനിക്ക് ആദ്യത്തെ സമയത്ത് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ചെരുപ്പിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ ഷൂസ് ഊരി എന്നിട്ട് കല്യാണം വീട്ടിൽ ചെന്ന് എല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഈ സാധനം ഇടാനുള്ള ഒരു കഷ്ടപ്പാടുണ്ട്. ഷൂസ് നമ്മുടെ അടുത്ത
ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് സ്കൂളിൽ കണ്ട ആൾക്കാർ ഇവിടെ സാക്ഷരത കഴിഞ്ഞ ഏറ്റവും 100% ഉള്ളത്. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ ഒന്നും പോയി പഠിച്ചിട്ടില്ല. ഞാൻ തന്നെ അതിന്റെ കാണാണ്ട് നീ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോകണം. മറ്റേ ബമ്പർ കാർ വികലന്റെ ബമ്പർ എല്ലാ കാര്യങ്ങളും ഡ്രൈവിംഗ് സ്കൂളിൽ ആശാൻ വന്ന് പഠിപ്പിക്കുന്നത് നടക്കുന്നതല്ല. ഇവനുള്ളതുപോലെ ഞാൻ പഠിച്ച ഡ്രൈവിംഗ് സ്കൂളിൽ ഗിയർ ഇടുമ്പോ ആശാൻ പറയും ഇങ്ങനെ ഈ ഗിയർ ഇങ്ങനെ ക്ലച്ച് ഫുള്ള് ചവിട്ടാണ്ട് വരും എന്നുള്ള സൗണ്ട് വരും. അപ്പൊ ആശാൻ പറയും നിർത്തി നിന്റെ ഒക്കെ ആധാരം വീട്ടിലുണ്ടാവും, എന്റെ ആധാരം വീട്ടിലല്ല, ഇറങ്ങാൻ കിടക്കുന്നു. ഓടിക്കല് ഞാൻ ഓടിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം ഗിയറിന്റെയും ക്ലച്ചിന്റെ ഒന്നല്ല, അത് സ്നേഹശീൽക്കാരങ്ങളായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഓട്ടോമാറ്റിക് വരണോണ്ട് ഓട്ടോമാറ്റിക് ഓടിക്കാൻ ഭയങ്കര എളുപ്പമല്ല. ആക്ച്വലി ഓട്ടോമാറ്റിക് പഠിക്കാൻ സ്റ്റിയറിംഗ് കൺട്രോളും സ്റ്റിയറിംഗ് കൺട്രോൾ എനിക്കേ ഉള്ളു കൺട്രോൾ. ആ ഫോർട്ട് ഫിഗോന്റെ 3 വരെ പോയാൽ ലോകത്തൊരാക്കേ പറ്റത്തുള്ളൂ, എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇനി ലേ ലഡാക്കി പോകണമെന്നാണ് എൻ്റെ ദീപകിന്റെ ആഗ്രഹം. അതുകൊണ്ട് അത് കഴിയുമ്പോൾ ഞാൻ ആ വണ്ടി എനിക്ക് തരൂല. ഇല്ല, ഞങ്ങൾ അവിടെ ഉപേക്ഷിച്ചിട്ട് അല്ല, അവിടെ മറ്റേ നമ്മള് 3 പോയപ്പോഴേ ആൾക്കാർ വണ്ടിയിൽ തട്ടുകട നടത്തണം. അങ്ങനെയല്ല, അവിടെ പോയി പാർക്ക് ചെയ്യാതെ ഇട്ടിട്ട് തിരിച്ചു വരാം. അവിടെ എന്തെങ്കിലും ബിസിനസ് പരിപാടിയായിട്ട് പോവല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ഇതല്ല, ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ ലൈസൻസ് എടുക്കുന്ന ഒരു സംഭവം പറഞ്ഞതാ. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കോളേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ 4 വീലർ ലൈസൻസ്, 4 വീലർ അല്ല 2 വീലർ എനിക്ക് തീരെ ഓടിക്കാറിയില്ല. ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ട് എനിക്ക് ഓടിക്കാറിയില്ല. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ലൈസൻസ് ഉണ്ട്, ഓടിക്കാറിയണവർ വളരെ കുറവാണ്. അപ്പൊ ഞാൻ 4 വീലർ ഈ പറഞ്ഞ പോലെ ലൈസൻസ് കിട്ടി. വണ്ടിയൊക്കെ ഏത് ഗിയറിട്ടാലും ഒരു ഗിയറിൽ ഓടുന്ന പോലെ അത് കുറെ ക്ലച്ച് ഉണ്ടോ? എനിക്ക് തോന്നുന്നു മറ്റേ ഓട്ടോമാറ്റിക്കലി തിരിയും, ഓട്ടോമാറ്റിക്കലി വണ്ടിക്ക് അറിയാം. എട്ടൊക്കെ ഞാൻ എങ്ങനെ എടുത്തതെന്ന് എനിക്ക് അറിയ പോലുമില്ല. മറ്റൊരു M80 ഉണ്ടായിരുന്നു, ഒന്നും ചെയ്യണ്ട, അതാണ് അവര് തള്ളിത്തറഞ്ഞ ഇങ്ങനെയാണ്. ഞാൻ എന്നിട്ട് ഈ ലൈസൻസ് കിട്ടി എൻ്റെ ലൈസൻസ് ഈ സംഭവം കോപ്പി നമ്മുടെ കയ്യിൽ വന്നു. അന്ന് ഞാൻ വെറുതെ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ വെറുതെ എൻ്റെ ഒരു അഹങ്കാരത്തിന് ചോദിച്ചു, അമ്മയെ ഞാൻ കൊണ്ടാക്കി തരണമെന്ന് ചോദിച്ചു. അമ്മ വിചാരിച്ചോ മോൻ കൊണ്ടാക്കി തരില്ലെന്ന്. ഞാൻ വേണ്ടാന്ന് പറയുന്നത് വിചാരിച്ചേ. എൻ്റെ ഓടിക്കൽ ഏകദേശം അവർക്കൊരു ധാരണ ഉണ്ടാവും. എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തായിട്ട് അമ്മ പറഞ്ഞു എന്നാൽ നീ എന്നെ ഒന്ന് കൊണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അമ്മ പ്രൗഡാവാൻ വേണ്ടി ചെയ്തതാ. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പിന്നെ തന്നെ പ്രതീക്ഷ അപ്പനാണ്, ഇനി അപ്പൻ്റെ വേണമല്ലോ ചോദിച്ചിട്ട് ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോയിട്ട് അപ്പൻ്റെ അടുത്ത് വെച്ചപ്പോൾ അപ്പം ഞാൻ അമ്മേനെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. വണ്ടി മാരുതി 800. അപ്പോൾ പപ്പ പറഞ്ഞു പപ്പ ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ ഡാർക്ക് ജോക്ക് പറയട്ടെ, പപ്പ ഞാൻ കുറെ കാലം വിചാരിക്കുന്നു കൊണ്ടുപോയിട്ട്. നിനക്കും തോന്നിയില്ല ഇത്? അപ്പൊ ഇട്ടോടാ, എനിക്കും തോന്നി. അപ്പൊ പറഞ്ഞു എന്നാ ശരി നീ വണ്ടി എടുത്തിട്ട് നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. അതൊരു വെല്ലുവിളിയല്ലേ? ആള് വിചാരിച്ച ഞാൻ കോൺഫിഡൻസ് ഇല്ല, ആകെയുള്ള കോൺഫിഡൻസാ, ജോലിയില്ല. അത് മൂഞ്ചി തെറ്റിരിക്കും. അപ്പൊ കോൺഫിഡൻസിന്റെ കാര്യം വെല്ലുവിളിച്ചപ്പോ അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടി എടുത്തിട്ടൊക്കെ പോയി. ഒരു ബസ്സിന്റെ ബാക്കിലൊക്കെ തട്ടാൻ പോയി. ഞാനങ്ങനെ ഉച്ച സമയത്താണ് അങ്ങോട്ട് പോണേ, ഒരു തിരക്കില്ല. പ്രൈവറ്റ് ബസ് ഡ്രൈവറൊക്കെ ഇത് വാളിയുന്നു. അത് ഒരിക്കലും റോട്ടിൽ ഇറങ്ങുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത എനിക്ക് തോന്നിയിട്ടുള്ളൊരു സാധനം ഈ എല്ല് വെക്കരുത്. ഇത് ലേണേഴ്സാന്ന് കണ്ടു കഴിഞ്ഞാൽ തെണ്ടികൾ നമ്മൾ ഹോൺ അടിച്ചൊരു സൈഡിലേക്ക് മാറ്റി ഇരുത്തും, പിന്നീട് നിന്ന് ഹോൺ അടിക്കും. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വളരെ സേഫ് ആയിട്ട് കൊണ്ടാക്കി. അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് അധികം വൈകുന്നതിന് മുമ്പ് ഇറങ്ങിക്കോ, ട്രാഫിക് പണി അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കും ബെസ്റ്റ് ട്രാഫിക്കായി. ബെസ്റ്റ് ട്രാഫിക് ആ സമയത്ത് പൂത്തോളോ ഏതൊരു ജംഗ്ഷൻ, നല്ല ട്രാഫിക്കുള്ള ജംഗ്ഷനിൽ വണ്ടി ഇങ്ങനെ ഒരു ഹമ്പുമ്പ് കയറി നിൽക്കുകയാണ് ട്രാഫിക്കിൽ. ഈ ഹമ്പുമ്പ് കയറി നിൽക്കണം, ഇങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യ 800 ഓഫായി. അതൊരു തുടക്കക്കാരുടെ എല്ലാം ഒരു ട്രോമയാണത്. അപ്പോഴാണ് ഞാൻ ഈ കാര്യം ചിന്തിക്കണം, ഹാഫ് ക്ലച്ചിനെ പറ്റി ചിന്തിക്കണത്. ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി എടുക്കും, വണ്ടി പിന്നിലേക്ക് ഇറങ്ങും. അപ്പോൾ എൻ്റെ പിന്നിലൊരു പുതിയ സ്വിഫ്റ്റ് കാറുണ്ട്, അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അവൻ ആദ്യം ഒരു ചെറിയ ഹോൺ അടിച്ചു പീ പറഞ്ഞിട്ട് ഞാൻ പിന്നിലേക്ക് ഇറങ്ങുന്നു. ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, പിന്നിലേക്ക് ഇറങ്ങുന്നു. അമ്മയ്ക്ക് ടെൻഷൻ ആവുന്നു, അമ്മ പിന്നിലേക്ക് നോക്കുന്നു, ആൾക്കാരൊക്കെ കൂടുന്നുണ്ട്. വണ്ടി എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എടുത്തു പോകാൻ പറ്റണല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങി വന്നത് ശരിക്കും മുട്ടാറായി. ഈ സ്വിഫ്റ്റിന്റെ ഇതിൽ ചെന്ന് ഇറങ്ങിയിട്ട് മുട്ടാറായി. അയാൾ ഹോൺ ഞെക്കി പിടിക്കാം, കുഴപ്പമില്ല ബാക്കിൽ കേസ് അവരുടെ സൈഡിലാണ്. അവസാനം ഞാൻ എല്ലാം കൂടി ആക്സിലേറ്റർ ക്ലച്ച് എന്തോ ചെയ്തു എലിപാടം. അപ്പൊ ഈ കുറെ നേരം ഞാൻ ഇവിടെ നിന്നപ്പോ ഫ്രണ്ട് കുറച്ച് ഗ്യാപ്പായില്ലോ, ഞാൻ എടുത്തങ്ങോട്ട് ചാടിച്ച് പോയിട്ട് വണ്ടി സൈഡിലാക്കിയിട്ട് ഞാൻ പിന്നെയാണ് ആലോചിച്ചത് ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് വണ്ടി ഇങ്ങനെ ഈ ഹാഫ് ക്ലച്ചപ്പോൾ നിർത്തുന്ന പരിപാടി എന്നുള്ളത്. അപ്പൊ നമ്മുടെ അവിടെ ലൈസൻസ് ഉള്ള ഒരാൾക്ക് പിറ്റേ ദിവസം റോഡിലേക്ക് വണ്ടി എടുത്ത് ഇറങ്ങാൻ പറ്റാവുന്ന ഒരു രീതിയിലുള്ള പഠിപ്പിക്കലല്ല നമ്മുടെ അവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ എല്ലാവരും പോയിട്ട് പറയും ദുബായിൽ ലൈസൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ലൈസൻസ് അവിടെ ലൈസൻസ് എടുത്ത് ഓടിക്കാൻ പറ്റും, ഇവിടെ 10ാം ക്ലാസ് പാസ്സാവണ പോലെ തന്നെ ഒരു ഉപകാരമില്ല. എൻ്റെ അമ്മയ്ക്ക്
എൻ്റെ അമ്മ ഇതുപോലെ പണ്ട് ഇങ്ങനെ നിർത്തിയായിരുന്നു. ഇതേപോലെ നിൽക്കുമ്പം എൻ്റെ അമ്മയുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പുറത്ത് അച്ഛൻ വല്ല പോയി വണ്ടി ഇല്ല. അപ്പോൾ ഡ്രൈവിംഗ് ഒരു ഫ്ലോയിൽ ചെയ്യേണ്ട ഒരു സാധനം. പക്ഷെ ട്രാഫിക് ഉള്ളപ്പോൾ ഡ്രൈവ് ചെയ്യാൻ കുറച്ച് അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. നമ്മൾ ഒരു സ്ട്രെയിറ്റ് ഹൈവേ കിട്ടിയ എല്ലാവരും മിനിമം സ്റ്റിയറിംഗ് ബാലൻസ് ഉള്ള ചവിട്ടി പിടിച്ച വണ്ടി മുന്നോട്ട് പോകും. ഇല്ല, ഞാൻ കുറച്ച് നാൾ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ട് പിന്നെ ഗിയറിലുള്ളത് ഓടിച്ചപ്പം ട്രാഫിക്കിൽ വൻ വെറുപ്പിരി ഇടുക തിരിച്ചു വരിക ആ ഒരു സാധനം. അതാ സ്ഥിരം എടുക്കുന്ന വണ്ടിയില്ലെങ്കിൽ ആ ടെൻഷൻ ഇങ്ങനെ മനസ്സിൽ കിടക്കുകയും അല്ലെ, ഇത് നീ പറഞ്ഞാൽ ട്രാഫിക്കിനകത്ത് ഡ്രൈവിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാഫിക്കിൽ ഓടിക്കുമ്പോഴാണ് ഡ്രൈവിംഗ് ശരിക്കും ഒരാൾക്ക് അറിയാവുന്ന ചെക്ക് ചെയ്യപ്പെടുന്നത്. ഹൈവേയിൽ ചുമ്മാ കണ്ണടച്ച് കാല് കൊടുത്ത് ഇവിടെ എളുപ്പമാണ്. ട്രാഫിക്കിന് അതിനുവേണ്ടിയാണോ ട്രാഫിക് അതിനുവേണ്ടിയാണ് നമ്മൾ ട്രാഫിക് ഉണ്ടാക്കുക. നമ്മുടെ അവിടുത്തെ ട്രാഫിക് കൂടുതലും റോഡ് പൊട്ടയതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ഡൗൺസ് തോംസൺ പാരഡോക്സ് അത് ഇപ്പൊ ശരിക്കും കറക്റ്റ് ടൈം ശരിക്കും കറക്റ്റ് ആണ്. അപ്പം അതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ട്രാഫിക്കിന് പരിഹാരം എന്ന് പറഞ്ഞാൽ റോഡ് കെട്ടുക എന്നുള്ളതാണ്. അപ്പം ട്രാഫിക് ഒരു പ്രശ്നമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, റോഡ് കെട്ടുക. പക്ഷെ ഡൗൺസ് തോംസൺ പാരഡോക്സ് പറയുന്നത് നമ്മൾ റോഡ് കെട്ടും തോറും ട്രാഫിക് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രാഫിക് പ്രശ്നം ഉണ്ടാകാൻ ഉള്ള പ്രധാന കാരണം റോഡിൻ്റെ കുറവല്ല, പക്ഷെ കാറുകൾ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പം ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, കഞ്ചഷൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മളിപ്പം ഒരു 50 കാർ എടുക്കുന്ന സ്ഥലം എസെൻഷ്യലി ഒരു ബസ്സിൽ കൊള്ളാവുന്നതാണ് പാക്ക് ചെയ്യുന്നത്. നല്ലപോലെ പാക്ക് ചെയ്താലാണ് ആക്ച്വലി ട്രാഫിക് കുറയുന്നത്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ യൂസ് ചെയ്താലേ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് പബ്ലിക് നിങ്ങൾ എന്താണ് മൂന്നാർ ബസ്സിന് മൂന്നാറ് ട്രാഫിക് ഇല്ല. എല്ലാരും ഇതാണ് ചിന്തിക്കുന്നത്. ഡൗൺസ് തോംസൺ പാരഡോക്സ് പ്രകാരം എല്ലാരും ബസ്സിൽ പോട്ടെ. ഇല്ല, പക്ഷെ എന്നാലും ഗവൺമെന്റ് കുറച്ചുകൂടെ നല്ല മെട്രോ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല മെട്രോ. ഇപ്പോഴും മെട്രോ മെട്രോ ഭയങ്കര ശരിക്കും യൂസ്ഫുൾ അല്ലേ? യൂസ്ഫുൾ ആണ്. കുറച്ചുകൂടെ നല്ല മെട്രോ കാക്കനാടിലോട്ടൊന്നും ഇല്ലല്ലോ. കാക്കനാട് വരുന്നുണ്ടല്ലോ. അപ്പൊ കൂടുതൽ റോഡ് കെട്ടും തോറും ഈ ഇങ്ങനത്തെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രോജക്ട്സിൽ പോകാനുള്ള ഫണ്ട് ഇതിലോട്ട് പോകല്ലേ, റോഡ് കെട്ടണോണ്ട് പോകുന്നത് കൊണ്ടും. പിന്നെ ഈ റോഡ് അത് സർക്കാർ മനസ്സിലുണ്ട്, കെട്ടുന്നില്ലല്ലോ. ഈ റോഡ് കാറ് ലോബികളെല്ലാം കൂടെ വന്നിട്ട് ഇതേപോലെ ഇതൊരു ലോബിങ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ അടിച്ചു താക്കുകയും KSRTC കുറച്ചുകൂടെ കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കൂടുതൽ ആൾക്കാർ അതിലേക്ക് പോകാം. KSRTC ആൾക്കാർ സർവീസ് ഒക്കെ നല്ലതാണ്, പക്ഷെ ഒരു എന്താ പറയുക, എനിക്ക് കുറച്ചുകൂടെ ഇൻഫർമേഷൻ ശരിക്കും KSRTC സർവീസുകളിൽ ആൾക്കാർക്ക് അവരുടെ എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡ് മോശമാണെന്നൊരു പരാതി പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് പാടെ മാറി. ഇപ്പൊ നമുക്ക് പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിനെ സർക്കാർ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല സർവീസ് കൊടുക്കുന്ന വണ്ടികൾ, ആൾക്കാരുടെ സർവീസ് അല്ല, വണ്ടികളുടെ സർവീസ് ബെറ്റർ ആണ് ഓട്ടോമാറ്റിക്കലി. ഇപ്പൊ എനിക്കിഷ്ടം KSRTC ബസ്സിൽ പോകുന്നതാണ്. ഞാൻ ട്രെയിനിനേക്കാൾ ശരിക്കും പ്രിഫർ ചെയ്യുന്നത് ബസ്സാണ്. എന്റെ നാട്ടിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്തോണ്ടല്ല. അല്ല, രാത്രിയൊക്കെ തിരക്കില്ലാത്തൊരു ഇതിൽ KSRTC സീറ്റിംഗ് ഭയങ്കര, എനിക്ക് ഈ ഹൈറ്റ് ഉള്ള കാരണം എപ്പോഴും KSRTC പ്രിഫർ ചെയ്യാൻ പ്രശ്നം ഉണ്ടായിരുന്നു. മറ്റേ ഇടിച്ചു പൊളിച്ച് ഭയങ്കര ലോക്കൽ ഒരു ഇപ്പൊ കുറെ നല്ല ബസ്സല്ല. മൊത്തത്തിൽ ഉടച്ചു വാർത്ത് കണ്ടം ചെയ്യേണ്ട സാധനങ്ങൾ കളഞ്ഞിട്ട് മൊത്തം പുതിയതായി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ശരിക്കും പ്രൈവറ്റ് സർവീസിലൊക്കെ ഒരുപാട് നല്ല ലാഭത്തിലുണ്ട്. പക്ഷെ KSRTC ഇപ്പോഴും നഷ്ടത്തിലാണ്. അറിയില്ല, പ്രൈവറ്റ് സർവീസുകാർ ആരും പറയണില്ല അവരത്ര ഗംഭീര ലാഭത്തിൽ. ബസ്സുകാർ എന്തിനാണ് ഇങ്ങനെ ഓട്ടിക്കണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അല്ലേ, എന്തിനു ഓടിക്കണെന്ന് വെച്ചാൽ അവര് 2-വേ റോഡിൽ അവര് ഓവർടേക്ക് ചെയ്ത് അത് ടൈം സെക്കൻഡിലാണ്. ഈ പറഞ്ഞ മിനിറ്റിന്റെ ഇടയിലത്തെ ഗ്യാപ്പിൽ അടുത്ത ബസ് വരും. അവർക്ക് ഒരു റൂട്ടിൽ കൊടുക്കാവുന്നതിൽ കൂടുതൽ പെർമിറ്റ് ആണ് വണ്ടികൾക്കുള്ളത്. ഇത് പിന്നെ ഇവര് ഈ സെക്കൻഡ് പിടിച്ചിട്ട് ഓടുമ്പോ ഇങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ ഓടിക്കുന്നത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. KSRTC യാത്ര ഭയങ്കര സുഖമാണ്. ചില ബസ്സിനേ ഉള്ളൂ. ഇപ്പൊ ലോക്കൽ ഓടുന്ന ബസ്സൊക്കെ ഭയങ്കര ശോകമല്ലേ. ഞാൻ പറഞ്ഞത് ഈ സീറ്റിംഗ്, അതായത് ലോങ് പോകുന്നോണ്ടാ ഷോയ്ക്കും അതിനൊക്കെ. മറ്റേ AC മറ്റേ ഇപ്പോഴത്തെ എയർ ബസ് ഭയങ്കര കിട്ടില്ല. മറ്റേ പുഷ് ബാക്ക് സീറ്റുള്ള ഭയങ്കര കംഫർട്ടബിൾ ആണ്. മറ്റേ ഇതില്ലേ ഓറഞ്ചിൽ ഓഫ് ഫ്ലോർ, അതിന്റെ സീറ്റിംഗ് വളരെ തല്ലിപ്പൊളിയാണ്. ഭയങ്കര തല്ലിപ്പൊളി സീറ്റിംഗ്. നമ്മളിപ്പോ അല്ല, അതിലിരിക്കാൻ ഒരു സുഖമില്ല. അതിലൊന്നും ലോങ് ഒരിക്കലും പോകാൻ പറ്റില്ല. ഈ AC ഉണ്ട് എന്നുള്ളൊരു സാധനം തന്നെ ഉള്ളു. അത് ചിലപ്പോ ആ വെന്റ് ഇല്ലേ, അത് കേടാ അതിന്റെ നേരെ താഴെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് പോണ്ടിയും വരും. ജോൺ ഏറ്റവും നല്ല ഐഡിയാസ് കിട്ടുന്ന KSRTC ബസ്സിലിരിക്കുമ്പോഴല്ലേ. ട്രെയിൻ ഇരിക്കുമ്പോൾ അത്ര ഐഡിയാസ് വരാറില്ലല്ലോ. അതല്ലേ ഒരു ആർട്ടിസ്റ്റിന് ദാരിദ്ര്യം വളരെ. അതല്ല, KSRTC നമ്മളിങ്ങനെ ഒരു മണിക്കൂർ കൃത്യം ഇപ്പൊ ലോങ് ട്രിപ്പ് പോകുമ്പോൾ കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം KSRTC ഇരിക്കുമ്പോൾ ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ ഇരിക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ടൈമാണ്. ട്രെയിനിൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാമല്ലോ, അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം.
മിക്കവാറും ആൾക്കാർ KSRTC ബസ്സിന്റെ സൈഡ് സീറ്റ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സൈഡ് സീറ്റ് ഒന്നും വേണമെന്നില്ല. ക്രിയേറ്റീവ് ടൈമായിട്ട് പറയാറുണ്ട് ആ സമയത്ത്. അതെ, അല്ല നമ്മള് ഒരു ഷോയിലോട്ട് പോകുമ്പോ നമുക്ക് കുറെ ഐഡിയാസ് കിട്ടുമല്ലോ. അല്ല, നമ്മൾ ആ സമയത്തുള്ള ചിന്തിക്കാൻ വേണ്ടി ഇരിക്കുന്നത് ഷോയ്ക്ക് പോണ സമയത്ത് നമ്മളെപ്പോഴാ അവസാന നിമിഷത്തിലാണല്ലോ ചിന്ത. ചിലപ്പോൾ ആ പോണ പോക്കിലാവും നല്ല എന്ത് രണ്ട് സാധനം കിട്ടും. പിന്നെ അതിന് ചുറ്റുമായിട്ട് ബിൽഡ് ചെയ്ത് പറഞ്ഞ അങ്ങനെ ബിൽഡ് ചെയ്തിട്ടുള്ള സെറ്റുകൾ ഉണ്ട്, പെർഫോം ചെയ്തതുണ്ട്. ശരിക്കും ട്രാഫിക് ഭയങ്കര ഒബ്സർവേഷനാണ്. നമ്മൾ ട്രാഫിക്കിനെ പറ്റി പറഞ്ഞിട്ട് അധികം ട്രാഫിക് ഭയങ്കര ഒബ്സർവേഷൻ. ആൾക്കാരുടെ ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ് ട്രാഫിക്കിനകത്ത് നമുക്ക് കറക്റ്റ് കിട്ടുന്നത്. ഇവിടെ പല ആൾക്കാരും ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുന്നത് ഹോൺ വെച്ചിട്ടാണ്, അല്ലേ? ഹോൺ വെച്ചിട്ട് തമിഴ്നാട്ടിൽ ഹോണടി ഭയങ്കര കൂടുതലാട്ടോ. ഞാൻ വിചാരിച്ചു ഞാനായിരുന്നു ഏറ്റവും ഹോണടിയിൽ കടന്നുള്ളത്. അവർക്ക് വണ്ടി കാലത്ത് നിന്നിട്ട് അവർ ഈ സാധനം ചെക്കി നമ്മളന്ന് ഒരുമിച്ച് മധുര പോയപ്പോൾ ജോൺസൺ ഇത് ആദ്യം പറഞ്ഞു, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ തീവ്രത മനസ്സിലാവാണ്. പടപടേ അടി വെറുതെ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കും. ഫ്രണ്ടിലുള്ളവർ നീങ്ങുന്നുണ്ട്, ബാക്കിലുള്ളവർ ഗിയർ മാറുമ്പോഴൊക്കെ അടിക്കുന്നു തോന്നുന്നു. വെറുതെ ഹോണടി. നമ്മൾ റെഡ് സിഗ്നലിന്റെ ബാക്കിൽ നിൽക്കാൻ പോകുന്ന ഹോൺ അടിക്കുന്ന തിണ്ടികളുണ്ടല്ലോ, അതെന്തിനാണ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എന്താ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ഇത്. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ചേട്ടൻ എന്നെ വിളിച്ചു, ഫോൺ ചെയ്തപ്പോൾ ഫോണിൽ ഭയങ്കര ഹോണടി കേൾക്കാം. അപ്പോൾ അവൻ ചോദിച്ചു, നീ ഭയങ്കര ട്രാഫിക്കുള്ള സ്ഥലത്തല്ലേന്ന്? അല്ല, വലിയ ട്രാഫിക്കുള്ള സ്ഥലമൊന്നുമല്ല, ഇവിടെ ഹോണടി എന്ന് പറയുന്ന ഒരു ആചാരമാണ്. ഇങ്ങനെ ഹോൺ അടിച്ചിട്ട് തിരിച്ചു പോവാ ഓട്ടോക്കാരും എല്ലാവരും. ഭയങ്കര എനിക്ക് തമിഴ്നാട്ടിൽ ഇത്തിരി കൂടി റാഷ് ഡ്രൈവിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജിത്തിക്കോടൊക്കെ ഇവിടെ കക്ഷത്തിക്കോടൊക്കെ വരും ബൈക്കൊക്കെ. പിന്നെ അവിടെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് നല്ല ചീപ്പാണ്. അവിടെ ബസ്സിലൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപ കൊടുത്ത് നിങ്ങൾക്ക് തന്നെ മുഴുവൻ. അപ്പൊ ഓട്ടോക്കൊക്കെ കൈ കാണിച്ചാൽ നമ്മുടെ ചേട്ടന്മാർ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ സിറ്റി ഷട്ടിലോ എന്തൊക്കെയോ. ട്രിവാൻഡ്രത്ത് ട്രാഫിക് സിസ്റ്റം ഭയങ്കര കിട്ടില്ല. ഞാൻ റീസെൻ്റ്ലി ഒരു ബ്രേക്കിന് ശേഷം തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മൊത്തത്തിൽ മാറിപ്പോയി. അവരുടെ ബസ് സർവീസ് കിടിലമാണ്. ഓരോ റൂട്ടിലേക്ക് ഓരോ കളർ സർവീസൊക്കെ വെച്ചിട്ട് വൻ കിടിലാക്കി. ഞാൻ ട്രാഫിക്കും റോഡും ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. കൊച്ചിയൊക്കെ വൻ കിടിലായിട്ട് എനിക്ക് തോന്നിയത്. നല്ല വെൽ പ്ലാൻഡ് സിറ്റി ആയിട്ട് തോന്നുന്നു. അത് ആരോ പറഞ്ഞിട്ടുണ്ട്, ബാംഗ്ലൂരിനെക്കാളും ഭയങ്കര പ്ലാൻഡ് സിറ്റി. ഏറ്റവും പ്ലാൻഡ് സിറ്റി ട്രിവാൻഡ്രം. ഇപ്പൊ മറ്റേ കഴക്കൂട്ടം. ഇത് പക്ഷേ ഒരിടത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എല്ലായിടത്തും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. തിരുവനന്തപുരത്തിന് പണ്ടേ ആ റോഡുകളെല്ലാം ഭയങ്കര വീതിയുള്ള റോഡാണ്. ടൗണില് അവിടെ ഇല്ല, പണ്ടല്ല. എല്ലാ സ്ഥലവും ഇങ്ങനെയൊക്കെ തന്നെ ഡെവലപ്പായി വരുന്നില്ല. അല്ലാതെ എവിടെയാണ് എല്ലായിടത്തും ഇൻബിൽറ്റ് ആയിട്ടൊന്നും ഇല്ല. എല്ലാ സ്ഥലവും ഡെവലപ്പായി വരുന്നത് തന്നെയാണ്. അതായത് പനമ്പള്ളിയിൽ എന്ത് ചെയ്യാനാണ് നീ ഇവിടെ പനമ്പള്ളി ഒന്നും ചെയ്യല്ല. ഈ പറയുന്ന പ്രിന്റ് അടിച്ച് ഡൗൺസ് തോംസൺ പാരഡോക്സ് എഴുതി കൊടുക്കണമല്ലോ എല്ലാവർക്കും. മെട്രോയിൽ ആൾക്കാർക്ക് കയറാവുന്നതേ ഉള്ളൂ. രാവിലെ മമ്മൂക്ക ഷൂട്ടിന് ബസ്സിലൊക്കെ പോകണം. കാർ എടുക്കാൻ പറ്റില്ല. നിൽക്കുന്നൊരു കാർ പുള്ളിക്കൊരു ഉണ്ട്. സിംഗപ്പൂറൊക്കെ കാറ് ഫൈൻ ഉണ്ട്, കാറ് പെർമിറ്റ് എടുക്കണം. കാറിന് ഭയങ്കര ടാക്സ്. അവിടെ ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരു കാർ ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര. അത് മാത്രമല്ല, ഒരാൾ ഒറ്റയ്ക്ക് ഒരു കാറിൽ പോകുന്ന സത്യത്തിൽ ഒഴിവാക്കണം. അത് നമ്മുടെ അവിടെ നേരെ തിരിച്ചാണ്. ഇന്ന് കമ്പനിക്കാർ നമുക്ക് എങ്ങനെങ്കിലും നമ്മളെ കൊണ്ട് ലോൺ എടുപ്പിച്ച് കാർ എടുപ്പിക്കാൻ വേണ്ടി നടക്കാം. ഇടയ്ക്ക് അവർ 1 രൂപയ്ക്ക് കാർ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിറക്കും. അല്ല, കംഫർട്ട് സൗകര്യം. അതായത് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വെഹിക്കിൾ, മറ്റേ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടേക്ക് നമ്മൾ പോകണം, നടന്നോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ഡ്രോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വണ്ടി കൊണ്ട് അവിടെ പാർക്കിങ്ങിലിടണം. ആ പാർക്കിങ്ങിൻ്റെ പ്രശ്നം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഇതിനകത്ത്. എല്ലാവർക്കും എല്ലായിടത്തും വണ്ടി അക്സസിബിൾ അല്ല. ഇപ്പോൾ എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പോകണമെങ്കിൽ 23 കിലോമീറ്റർ പോകണം. എൻ്റെ വീടിനടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഇല്ല. ബസ് സ്റ്റാൻഡിൽ പോകണമെങ്കിൽ 1.5 കിലോമീറ്റർ പോകണം. അപ്പോൾ ഇവിടുന്ന് അവിടം വരെ എങ്ങനെ പോകുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ആൾക്കാർ വീട്ടിൽ നിന്ന് കാർ കൊണ്ട് ഇറങ്ങിയ സൗകര്യമാണ്. നമ്മൾ അറിയണ്ടല്ലോ, നമ്മുടെ സൗകര്യത്തിൽ നിർത്തി പോയി വരാൻ കംഫർട്ടുണ്ട്. പക്ഷേ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ എടുക്കാം. ടിക്കറ്റ് എടുക്കണ്ട. പിന്നെ പോവാം, 2 വീലറിൽ പോവാം. 2 വീലറിൽ നമ്മുടെ സ്കിന്നൊക്കെ. 2 വീലർ ഭയങ്കര റിസ്ക് പരിപാടിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ റോഡിൽ ഭയങ്കര റിസ്ക്കാ. രാത്രിയൊക്കെ നമ്മുടെ ഈ റോഡിൽ പോയാണ്ടല്ലോ, ആരോടി പറയുന്നില്ല. 2 പ്രാവശ്യം ബൈക്കിൽ നിന്നോട് ഞാൻ പറയാൻ പാടില്ല അല്ലേ. നമ്മുടെ ട്രാഫിക് സിസ്റ്റം ഇന്റർനാഷണൽ ആവട്ടെ, നമ്മുടെ മുഖ്യമന്ത്രി സാർ പറയുന്നുള്ള യൂറോപ്യൻ നിലവാരത്തിലേക്കും എത്തട്ടെ. എന്തൊരു റോഡാണ് നമ്മുടെ റോഡ്. അതുപോലെ നമ്മുടെ റോഡുകളും അതുപോലെ ആകട്ടെ, ട്രാഫിക് സിസ്റ്റം അതുപോലെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.